ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുന്നതിന് ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവ് നടത്തിയതായ ഒത്തിരി വിധങ്ങളും വഴികളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മഹാസാന്നിധ്യവും ദയയും ഞങ്ങളോടൊപ്പം ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. നിന്റെ ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് നിന്റെ ദാസിയുടെ മേൽ പകർന്നു കൊടുത്താട്ട് അല്പസമയ സ്വർഗേശക്കേനകളിൽ ഞങ്ങൾ ഇരുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. ഓക്കേ. സിസ്റ്റർ എവിടെ നിന്നാണ് ഇപ്പൊ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? കോട്ടയം ജില്ലയിൽ എരുമേലി എന്ന് പറഞ്ഞ. ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. എന്റെ പേര് സുധർമ്മ. എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ്, എനിക്ക് 3 മക്കൾ, 2 പെണ്ണും 1 ആണും. എന്റെ മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു. മോളെ വെണ്ണിക്കുളത്ത് കെട്ടിച്ചിരിക്കുന്നു. മോക്ക് 2 കുഞ്ഞുങ്ങളെ. മോൻ വിവാഹം കഴിച്ചു. മോനെ തിരുവല്ലായി വിവാഹം കഴിച്ചിരിക്കുന്നു. മോനൊരു കുഞ്ഞ്. ഇളയാള് ജോലിയിൽ കോയമ്പത്തൂരായിരിക്കുന്നു. ഇതാണ് എന്റെ. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതൊക്കെ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. ഞാനിപ്പോഴത് പ്രിയ സിസ്റ്റർ നൽകി തരികയാണ്. സിസ്റ്റർ അത് ഉപയോഗിച്ചാട്ടോ. ഓക്കെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. എല്ലാവർക്കും ക്രിസ്തുവിന്റെ നന്ദി വന്ദനത്തെ അറിയിക്കുന്നു. എന്നെ എന്റെ ജീവിതാനുഭവം പങ്കുവെക്കുവാനായിട്ട് ഈ ഗ്രേസ് ജീവിയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിക്കും എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുവിന്റെ നന്ദി വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പകൽക്കാലം കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ നന്മകളെ ഉപകാരങ്ങളെയും ലോകമ്പാടുള്ള ദൈവജനത്തിന് വേണ്ടി പങ്കുവെക്കുവാൻ എന്റെ കർത്താവ് എനിക്ക് നല്ലൊരു അവസരം ഒരുക്കി തന്നതിനായതിന് വീണ്ടും നന്ദി പറയുന്നു. പറഞ്ഞു, എന്റെ പേര് സുധർമ്മ എന്നാകുന്നു. ഞാൻ കോട്ടയം ജില്ലയിൽ എരുമേലി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇന്ന് പകൽക്കാലം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ചാക്ക എന്ന് പറഞ്ഞ പ്രദേശത്തെ ആ സ്ഥലത്താണ് എന്റെ ജന്മദേശം. അവിടെയാണ് ഹൈന്ദവരായ മാതാപിതാക്കൾ 3 പെൺമക്കളിൽ രണ്ടാമത്തവളായി ജനിച്ചു. ആ വളർത്തപ്പെടുവാൻ തൊക്കണം ഇടയായി തീർന്നു. എന്റെ 3 വയസ്സുള്ളപ്പോൾ എന്റെ പിതാവ് എനിക്ക് നഷ്ടപ്പെട്ടു. ബാല്യപ്രായത്തിന് പിതാവ് നഷ്ടപ്പെട്ട ആ സ്ഥാനത്തെ എന്റെ മൂത്ത ചേച്ചിയെ എന്റെ അമ്മ വീട്ടുകാർ കൊണ്ടുപോയി. എന്റെ ഇളയ സഹോദരിയും ഞാനും അമ്മയും ശേഷിച്ചു. എന്നാൽ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ പ്രശ്നങ്ങളൊക്കെയും ഉണ്ടായപ്പോൾ എന്റെ അമ്മയുടെ ഒരു അമ്മാവൻ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടേക്ക് അതിനു മുമ്പ് എന്റെ ചെറുപ്രായത്തിൽ ഒരു ജീവിതാനുഭവം, ഒരു രോഗസൗഖ്യമുണ്ട്. അതും കൂടെ ഒന്ന് പങ്കുവെച്ചുകൊണ്ട് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ എന്റെ മാതാവിനോട് പറഞ്ഞാണ്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ ആസ്മയുടെ രോഗത്താൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മരണം വിധി എഴുതി മരിച്ചുപോയി എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞുവല്ലോ, എന്റെ മതപശ്ചാത്തലം ഹൈന്ദവ മതത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ അമ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അമ്മ പറയുന്ന മരിച്ചുപോയ കുഞ്ഞിനെ തോളിലെടുത്തിട്ടുകൊണ്ട് വന്ന് പിന്നെ കവലയിൽ നിന്ന് ഇപ്രകാരം നിലവിളിച്ചു, എനിക്ക് ദാനമായി തന്ന കുഞ്ഞിനെ ദൈവമേ, ഏത് മതത്തിലാണേലും ദൈവമേ എന്ന് വിളിക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകുകയില്ലെന്നാണ് എന്റെ വിശ്വാസം. നിരീശ്വരവാദിയായിക്കോട്ടെ, ഏത് മതവിശ്വാസികളുടെ ഏതെങ്കിലും ഒരു നിമിഷം ദൈവമേ എന്ന് വിളിക്കാത്ത ഒരു വ്യക്തി പോലും കാണത്തില്ല. പിന്നെ തിരുവനന്തപുരം ടൗണിൽ നിന്ന് അമ്മ ഇപ്രകാരം നിലവിളിച്ചു പറഞ്ഞു, ദൈവമേ, എനിക്ക് തന്ന കുഞ്ഞിനെ നീ എടുക്കരുത്, എനിക്ക് മടക്കി തരണം. അങ്ങനെ കുഞ്ഞിനെ എനിക്ക് മടക്കി തന്നാൽ ഞാൻ 101 വീട് തെണ്ടി കുഞ്ഞുങ്ങൾക്ക് പായസം വെച്ചു കൊടുത്തോളാമെന്ന് എന്റെ ഹൈന്ദവ മതത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഹൈന്ദവ മത വിശ്വാസി എന്റെ അമ്മ ആ പൊതുവഴിയിൽ നിന്ന് നിലവിളിച്ചു പറയുവാൻ തൊക്കണം ഇടയായി തീർന്നു. അപ്പോൾ തന്നെ അമ്മ പറയുന്നേ, മരിച്ചുപോയെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ കുഞ്ഞാനെ അപ്പോൾ തന്നെ ഒന്ന് പിടയ്ക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. ജീവനിലേക്ക് തിരിച്ചു വരുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. വചനം പറയുന്ന പോലെ
അമ്മയുടെ ഗർഭത്തിൽ പിണ്ണാകാരമാകുന്നതിന് മുമ്പേ, ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ ദൈവം, എന്നെ കണ്ട ദൈവം അന്ന് എനിക്ക് ജീവനെ മടക്കി തന്നുകൊണ്ടാണ് ഈ പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുവാൻ തൊക്കെ ഇടയായി തരുന്നേ. ആ ബാല്യപ്രായത്തിൽ 1.5 വയസ്സുള്ളപ്പോൾ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷിയായി തീരുവാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ എന്റെ കർത്താവ് എന്നെ കണ്ടു, എന്റെ ദൈവം എന്നെ അറിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഒരുവനെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിനാലും ദൈവം അവനെ വിളിച്ചു വേർതിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് പത്തനാപുരത്തെ പ്രദേശന്റെ അമ്മ ഞങ്ങളുമായി കടന്നു വന്നാൽ സാമ്പത്തികമാവുന്ന നല്ല തലത്തിലുള്ള കുടുംബത്തിലാണ് എന്റെ മാതാവായിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പത്തനാപുരത്തെ പ്രദേശത്ത് കടന്നു വന്നേ അമ്മ വിശ്വസിച്ചു അമ്മാവൻ കൈക്കൊള്ളുമെന്നേ. എന്നാൽ 2 പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന എന്റെ മാതാവിനെ സ്വീകരിപ്പാൻ എന്റെ അമ്മയുടെ അമ്മാവൻ തയ്യാറായില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ ഞങ്ങളെ കൊണ്ട് അലഞ്ഞ് നടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്റെ അമ്മ എന്നോട് പറഞ്ഞെനിക്ക് ഓർമ്മയുള്ളതാണ്, 3 വയസ്സും എനിക്ക് എന്റെ 3 വയസ്സിനുള്ളത് എന്റെ സഹോദരി, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എന്റെ സഹോദരിയെ എന്നെയും അമ്മാറ്റിന്റെ മണൽത്തിട്ടയിൽ കൊണ്ടിരുത്തിയിട്ട് തുണി വിരിച്ച് എന്റെ അനിയത്തി അവിടെ കിടത്തിയിട്ട് ഞാനാണ് എന്റെ സഹോദരിയെ നോക്കുന്നത്. അങ്ങനെ അമ്മ മണൽ വാരി വിറ്റാണ് ഞങ്ങളെ അന്വേഷിപ്പാൻ തൊക്കെ വെടിയായി തരുന്നു. എങ്ങും താമസം യൗവനക്കാരി, എന്റെ അമ്മ യൗവന പ്രായമാവുന്നു. യൗവനക്കാരിയായ എന്റെ മാതാവ് 2 പെൺകുഞ്ഞുങ്ങളുമായി പൊടിക്കുഞ്ഞുങ്ങളുമായി എങ്ങും പോകുവാനോ തല ചായ്ക്കാൻ ഒരിടമില്ലാതെ വീണ്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തൊക്കെ വെടിയായി തീർന്നു. എന്നാൽ എന്റെ രണ്ടാനപ്പന്റെ വീട്ടുകാർക്ക് ഞങ്ങളെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്തൊരു ബന്ധമായിരുന്നു. ഭയങ്കരമായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് ആ ഭവനത്തിൽ ഞങ്ങളെ നിൽക്കാത്ത അവസ്ഥ. എന്നാൽ 2ാമത്തെ വിവാഹം കഴിച്ച എന്റെ രണ്ടാനപ്പൻ മുഴുവൻ മദ്യപാനിയും കഞ്ചാവിനും അടിമയുമായിരുന്നു. ഞങ്ങൾ അവിടെ നിൽക്കുന്നത് പലപ്പോഴും ഇഷ്ടമില്ല, ഞങ്ങൾ ഉപദ്രവിക്കുന്ന ഞങ്ങളുടെ മാതാവിനെ പലപ്പോഴും ഉപദ്രവിച്ച് രാത്രിയാമങ്ങളിൽ ഉറക്കമില്ലാതെ നിലവിളിച്ച് കിടക്കുന്ന അങ്ങനെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഓരോ ഭവനത്തിൽ കൊണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ സഹോദരി അതും ഇടയ്ക്കെന്ന് പറഞ്ഞിട്ട് എന്റെ സഹോദരിക്ക് 1.5 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മയുടെ ഒരു സഹോദരി ഞങ്ങളെ കാണുവാൻ പത്തനാപുരത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ മദ്യപിച്ച പിതാവ് എന്റെ സഹോദരിയെ മർദ്ദിക്കുന്നു കണ്ടിട്ട് എന്റെ അമ്മയുടെ സഹോദരിയെ കൊണ്ട് പോകാൻ തൊക്കെ ഇടയായി. എന്റെ അമ്മ വീട്ടുകാരുടെ ചേച്ചിയെ കൊണ്ടുപോയി എന്റെ അമ്മയുടെ സഹോദരി അനിയത്തെ കൊണ്ടുപോയി. പിന്നെ ആ ഭവനത്തിൽ ഞാൻ തനിയെ ശേഷിച്ചു. ഒത്തിരി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും, മദ്യപിച്ച് കടന്നു വരുന്ന പിതാവെ, നിരന്തരം ഉപദ്രവം, മദ്യവും, മാനസികമായി പീഡനം, ശാരീരികമായി പീഡനം, ഭക്ഷിക്കാൻ ആഹാരമില്ല. ഒത്തിരി എന്റെ അമ്മ ഞങ്ങളെ ഓരോ വീടുകളിൽ കൊണ്ട് ബന്ധു വീടുകളല്ല ദൈവജനമേ, ഓരോ വീടിന്റെ അടുക്കളപ്പുറത്ത് അടുക്കള പണിക്കാണ്. ബാല്യപ്രായം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയും ഞങ്ങൾക്ക് ഒരു വീട്ടിലാണ് നിന്നത്. ആ വീട്ടിൽ അവിടെ ഇന്നാണ് കിണറ്റിലൊക്കെ മോട്ടറൊക്കെ ഇളന്ന് അവന്റെ ജോലി. അവിടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവർക്ക് കുളിക്കാൻ കൊടുക്കണം, അവരുടെ മിറ്റമടിക്കണം. അവിടുത്തെ ഒരു മോന്റെ കുഞ്ഞുണ്ട്, അതിനെ നോക്കണം. എന്നാൽ ആ സമയത്തൊക്കെയും അല്പം ആ സ്കൂളിലേക്ക് പല ദിവസങ്ങളും വിട്ടത് കൊണ്ട് 7ാം ക്ലാസ് വരെ പഠിക്കുവാൻ തൊക്കോളം ഇടയായി തീർന്നു. അവരുടെയൊക്കെ കാരുണ്യം കൊണ്ട് എനിക്ക് 7ാം ക്ലാസ് വരെ പഠിക്കാൻ തൊക്കോളം ഇടയായി തീർന്നു. അങ്ങനെ ജീവിതത്തിൽ പ്രതികൂലം ഒരു ഭവനത്തിൽ കൊണ്ടാക്കുമ്പോൾ എന്റെ അപ്പൻ അവിടെ 2ാനപ്പൻ മദ്യപിച്ചു കഞ്ചാവിനടെ അവിടെ വന്ന് വിഷയമുണ്ടാക്കുമ്പോൾ അവരെല്ലാം ഉന്നതമായി ജീവിക്കുന്ന കുടുംബക്കാരാ, അവർക്ക് നാണക്കേടുണ്ടാകും. അവരെ ചീത്ത വിളിക്കുകയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ എന്നെ പറഞ്ഞു വിടും. എന്റെ അമ്മയെ വിളിച്ചിട്ട് പറയും കൊണ്ടുപോക്കോ എന്ന് പറയും. അവിടുന്ന് കൊണ്ടുവന്ന് ഒരാഴ്ച വീട്ടിൽ നിൽക്കും, പിന്നെയും പ്രശ്നമാണ്. അടുത്ത വീട്ടിൽ. അങ്ങനെ എന്റെ ബാല്യപ്രായം മുതലും ഓരോരോ ഭവനങ്ങളാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാണ് 1ാം ക്ലാസ് മുതലേ 7ാം ക്ലാസ് വരെ സ്കൂളിൽ ഭക്ഷണമുള്ളത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 1 മുതൽ 4 വരെ ഉപ്പുമാവാണ്. അന്ന് വട്ടയില എടുത്തുകൊണ്ട് വന്നാണ് ഉപ്പുമാവ് കഴിക്കാൻ ഓടിച്ചെന്ന് വട്ടയില എടുത്തുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ ഉപ്പുമാവ് തീർന്നു പോകും. പിന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് ഉച്ചയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ. വീട്ടിൽ വന്നാൽ ഭക്ഷണം കാണത്തില്ല. നമ്മൾ നിൽക്കുന്ന വീട്ടിൽ ചെന്നാൽ നമ്മൾ വീട്ടുവേലയ്ക്കാണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് സമയത്ത് ഭക്ഷണം തരണമെന്നില്ല. അങ്ങനെ വിശപ്പ് ഒത്തിരി അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ സ്വന്തമായി ഇന്ന് എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് എന്നുണ്ട്. ഞാൻ സ്വന്തമായി ഒരു ഡ്രസ്സ് ധരിക്കുന്നത് ഞാൻ തന്നെ ജോലി ചെയ്ത് എനിക്ക് അറിവായപ്പോഴത്തേനെ ഞാൻ തന്നെ ജോലി ചെയ്ത് മേടിച്ചൊരു പുത്തൻ ഡ്രസ്സ് ഞാൻ ധരിക്കുന്നത്. ഇന്ന് ഞാൻ പലപ്പോഴും എന്റെ അലമാരി തുറക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയും. എന്റെ കർത്താവിനെ ഇത്രത്തോളം സ്നേഹിപ്പാൻ, ഇത്രത്തോളം മാനിപ്പാൻ ഞാൻ എന്തുള്ളൂ. ഒരു നല്ലൊരു ഡ്രസ് ഇടാൻ കൊതിച്ച സ്ഥാനത്തെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൊതിച്ച സ്ഥാനത്തെ ഇന്ന് എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിനിക്ക് എല്ലാം തന്നെ അനുഗ്രഹിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഞാൻ 4ാം ക്ലാസ് വന്ന് 5ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉച്ചയ്ക്ക് ചോറെല്ലാവരും കഴിക്കും.
ഇരിക്കുമ്പോൾ ഞാൻ പോയി അടുത്തൊരു റബ്ബർ തോട്ടത്തിൽ പോയിരിക്കും. എന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന എന്റെ പിന്നെ കൂട്ടുകാരി തന്നെ എന്റെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു, റോസമ്മ എന്ന് പറഞ്ഞ ടീച്ചർ, ആ ടീച്ചറോട് എന്ന് പറയും, സുധർമ്മ ഉച്ചയ്ക്കൊന്നും കഴിക്കാറില്ല, പലപ്പോഴും വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ വീട്ടുപണിക്കാൻ നിൽക്കുന്ന രാവിലെ അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടിയെങ്കിലാണ് കഴിക്കാൻ പറ്റുന്നത്, പട്ടിണിയാ. അപ്പോൾ എന്റെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരും, വന്ന് കഴിച്ചോണ്ട് ടീച്ചർ എനിക്ക് ഭക്ഷണം കൊണ്ടുവരും. എന്നാൽ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ഓഫീസ് റൂമിന്റെ സുധർമ്മ ടീച്ചറിന്റെ കൂട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് നാണക്കേടായിട്ട് ഞാൻ രണ്ട് തോട്ടത്തിന് അപ്പുറം പോയി ഇരുന്നിട്ട് പച്ചവെള്ളം കുടിച്ചിട്ട് കയറി വരും. കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കുന്നത് കൊണ്ട് അങ്ങനെ പട്ടിണി ഒത്തിരി അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. ഇതുപോലെ പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാൾ സ്വസ്ഥതയില്ല, സമാധാനമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ എന്റെ ചേച്ചിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ സഹോദരിമാർ പരസ്പരം കാണുന്നത്. അതിനുശേഷം എന്റെ ഇളയ സഹോദരിയെ എന്റെ അമ്മയുടെ സഹോദരിയെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർ പരസ്പരം കണ്ടു. ഞാൻ എന്റെ മൂത്ത സഹോദരിയെ കാണുന്നത് എന്റെ ചേച്ചിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ പരസ്പരം കാണുവാൻ തൊക്കണം. ഇവിടെ എന്റെ ചേച്ചി ഞങ്ങളെ കാണാൻ വന്നപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കണ്ടിട്ട് എന്റെ ചേച്ചി ഞങ്ങളെ അവിടുന്ന് എന്റെ സഹോദരിയെ വീണ്ടും പത്തനാപുരത്തേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ എന്നാൾ എന്റെ ചേച്ചി ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നപ്പോൾ ഞങ്ങളുടെ രണ്ടാനപ്പൻ എന്റെ അനിയത്തിയും എന്റെ അമ്മയെ മുറിക്കാത്തിട്ട് പൂട്ടിയിട്ട് എന്നെ അവിടുന്ന് എന്റെ ചേച്ചി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് പോലെ എന്റെ ഇരുമേല പ്രദേശത്ത് കൊണ്ടുവരുവാൻ തൊക്കണമേ. എന്നാൽ ഇരുമേല പ്രദേശത്ത് കൊണ്ടുവന്നിട്ടും എന്റെ അമ്മയുടെ അമ്മയ്ക്ക് ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞേ അമ്മയ്ക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം, പെൺകുഞ്ഞെന്ന് പറഞ്ഞ് എല്ലായിടത്തും പെണ്ണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ എനിക്ക് എല്ലാവരോടും വൈരാഗ്യ മനോഭാവം ഉണ്ടായി. കളിയ ഒരു പെണ്ണെന്ന് പറഞ്ഞ വ്യക്തിയായതുകൊണ്ട് സ്വന്തമായി എന്റെ ചരിത്രം ഞാൻ തന്നെ സൂക്ഷിക്കേണ്ട അവസ്ഥ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല, ഉറങ്ങിയാൽ ഹല്ലേലൂയ സ്തോത്രം ആരാലും പിച്ച് ചിന്തപ്പെടുമ്പോ പീഡിപ്പിക്കപ്പെടുന്ന ഭയം കാരണം രാത്രി പലപ്പോഴും ഉറങ്ങാതെ ഭയത്തോടെ കഴിച്ചുകൂട്ടിയ രാത്രി ആ മകളുടെ ജീവിതത്തിൽ മേലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ എന്റെ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് ആരാലും തകർക്കപ്പെടാതെ, ആരാലും പിച്ച് ചിന്തപ്പെടാതെ എന്റെ കർത്താവ് ഇന്നെനിക്കറിയാം എന്റെ കർത്താവിന്റെ കരുത്തിൽ എന്നെ വഹിച്ചത് കൊണ്ടാ ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കാൻ തൊക്കണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ എന്റെ എന്റെ എരിമേല പ്രദേശത്ത് കടന്നു വന്നേ അവിടെയും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഏറി വന്നപ്പോൾ എന്റെ 10 സഹോദരി എന്റെ കൂട്ടുകാരിയാണ്. അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ മൂത്ത സഹോദരി എന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം. ഇതുപോലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എന്നോട് പറഞ്ഞേ, നീ ഒന്നും മറുപടി മിണ്ടണ്ട, നീ ഒന്ന് നിന്ന് തന്നാ മതി, നിന്നെ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവരാം, നീ എതിർപ്പൊന്നും പറയാതിരുന്ന നിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞാണ് എന്റെ 10 സഹോദരി നന്നേ ചെറുപ്പത്തിൽ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ തൊക്കണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ 15ാമത്തെ വയസ്സിൽ എനിക്ക് മൂത്ത മോളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 15ാമത്തെ വയസ്സിൽ എനിക്ക് മൂത്ത മോളുണ്ടായി. എന്റെ മോളിനെ ഹല്ലേലൂയ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു. അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നതിന്റെ മൂത്ത മോക്ക് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയത്. ഹല്ലേലൂയ. എന്റെ മൂത്ത മോക്ക് 3.5 വയസ്സുള്ളപ്പോൾ എന്റെ 2 ബ്രസ്റ്റിന് മുഴയുണ്ടായി. മുഴ അകത്തോട്ടും പുറത്തോട്ടും ഒരുപോലെ വളർന്നിറങ്ങി. ഡോക്ടർമാർ പറഞ്ഞു മുഴ അകത്തോട്ട് വളർന്നിറങ്ങിയതുപോലെ അതിന്റെ നോളത്തിന് ശ്വാസകോശത്തെ ഞെരുക്കിയിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഡ്രസ്സ് ധരിക്കത്തില്ല, കാരണം ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ബ്ലൗസ് ഒന്നും ഇട്ടാലേ കൊളുത്തു കുത്തത്തിൽ അതുപോലെ പുറത്തേക്ക് മുഴ വളർന്നിറങ്ങിയിരിക്കുക. അങ്ങനെ ഡോക്ടർമാർ പലപ്പോഴും കട്ട ബ്ലഡ് ഛർദ്ദിച്ചിട്ട് എന്നെ കൂട്ടത്തിൽ കൊണ്ടുപോയ സഹോദരി ഭയപ്പെട്ടു പോയിട്ടുണ്ട്. പ്രേയറിന് കൊണ്ടുപോയ സഹോദരി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, അതുപോലെ ബ്ലഡ് ഛർദ്ദിക്കുന്ന അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ എങ്ങനെയെങ്കിലും ഒരു പെൺകുഞ്ഞാണല്ലോ, അതിന് മാതാവില്ലാതെ പോകല്ലോ എന്ന് എന്റെ 10 സഹോദരിമാർ ഞങ്ങളുടെ തൊട്ടടുത്ത് എരുമേലി ചെമ്പത്തുക സ്റ്റേഡിയത്തിൽ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ അവിടെ എന്നെ കൊണ്ടുപോകാൻ തൊക്കണം ഇടയായി തീർന്നു. അവിടെ കടന്നു എന്ന് എന്നെ അവർ താങ്ങി പിടിച്ചെടുത്താണ്. അവിടെ പോകുന്ന വഴിക്കും എനിക്ക് രോഗം മൂർച്ഛിച്ചു. എന്നെ കൊണ്ടുപോയ സഹോദരി ഇന്നും എന്റെ ഒപ്പം ആത്മീയ ജീവിതത്തിലുണ്ട്. ആ സഹോദരിയോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കുന്നെങ്കിൽ ഇവിടെ കടന്ന് മരിക്കട്ടെ, നിങ്ങൾ വിടുതൽ കിട്ടും സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞില്ല എന്നെ കൊണ്ടുവരുന്നേ. ഞാൻ മരിക്കുന്നെങ്കിൽ അവിടെ കടന്ന സ്റ്റേഡിയത്തിൽ കടന്ന് മരിക്കട്ടെ, അതല്ല എങ്കിൽ നിങ്ങൾ പറയുന്നൊരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം തരട്ടെ. അങ്ങനെയാണ് അവിടെ കടന്നു നിന്നിരുന്നേ. ലാസ്റ്റ് അവർ പാടിയതോ പ്രാർത്ഥിച്ചതോ വചനമൊന്നും എനിക്കറിയത്തില്ല. എനിക്ക്
ഒന്നറിയാം, ലാസ്റ്റ് സ്റ്റേജിൽ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ രോഗികളെ കടന്നു വന്നിട്ടുള്ള രോഗമുള്ള ഭാഗത്ത് കാര്യം വെക്കുക, ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എഴുതിയിട്ട് ബ്രസ്റ്റിന് മഴയുള്ള ഞാൻ 2 കരവും ബ്രസ്റ്റ് വെച്ചിട്ട് പ്രകാരം പറഞ്ഞു, ഇവർ പറയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഈ നിമിഷം എനിക്ക് സൗഖ്യം തന്നാൽ എന്റെ ആയുസിന്റെ അവസാനത്തോളം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞുകൊള്ളാം. ഇത് ഞാൻ ഹൃദയത്തിൽ വാഗൊണ്ട് പോലും പറഞ്ഞില്ല ദൈവജനമേ. ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ച നിമിഷം തന്നെ എന്റെ 2 മുഴയും അപ്രത്യക്ഷമായി പോകാൻ തൊക്കണം ഇടിയായി തീർന്നു. ആ നിമിഷം വരെ എനിക്ക് ശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ബ്ലഡ് ഛർദ്ദിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നെ താങ്ങി പിടിച്ചാണ്ട് സഹോദരന്മാരെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. എന്നാൽ ആ ക്ഷണത്തിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇന്നത്തെ എന്റെ സാധാരണ ബ്രസ്റ്റ് പോലെ എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ക്ഷണത്തിൽ ദൈവം സൗഖ്യം തന്നെ. ഞാൻ ഇങ്ങോട്ടെ പൂർണ്ണ ആരോഗ്യമുള്ളവളായി സൗഖ്യമുള്ളവളായി മടങ്ങി വരുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ എന്റെ ഭവനത്തിൽ വന്നപ്പോൾ സ്ഥിതിയെല്ലാം മാറി. എന്റെ വീട്ടുകാർ പറഞ്ഞ് സൗഖ്യം കിട്ടിയതൊക്കെ ഞങ്ങൾ സമ്മതിക്കാം, പക്ഷെ ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് പോകുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം കണ്ടുമുട്ടണമെന്ന് അറിയണമെന്നും എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു. എന്റെ ദൈവം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ അവസരം ഒരുക്കി തരണമെന്ന് രഹസ്യമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതിനുശേഷമായി എനിക്കൊരു മകൻ ജനിച്ചു. മോനെ ഒരു 2 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ തൊട്ടടുത്തൊരു ഭവനത്തിൽ ഒരു പ്രയർ കടന്നു വരുവാൻ തൊക്കണം വെടിയേറ്റു. എന്റെ ഭവനത്തിൽ ആരുമില്ലാത്ത സമയത്തെ, ഞാൻ ആരും കാണാതില്ലാത്ത സമയത്തെ അവിടെ ചെന്ന് ആ പ്രയറിനെ ഒരു 12 മണി സമയം പങ്കെടുപ്പാൻ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ദൈവദാസന് വചനം ശുശ്രൂഷിക്കുക. ഞാൻ കടന്നിരുന്നപ്പോൾ ദൈവദാസൻ എന്നെ നോക്കി പ്രകാരം വിളിച്ചു പറഞ്ഞു, ഒന്നിൽ നീ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കണം. ശീതോഷ്ണവാൻ വാഴ് നുമിന്ന് കളയുമെന്നേ. എനിക്ക് എന്തോ ശിക്ഷാവിധി എന്ന് മനസ്സിലായപ്പോൾ ഹല്ലേലൂയ ഞാൻ ആ ദൈവദാസൻ ഇരുന്നപ്പോൾ തന്നെ എഴുന്നേറ്റ് പ്രകാരം ഞാൻ പറഞ്ഞു, ഈ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ഒരു സൗഖ്യം കിട്ടിയതായിരുന്നു. എന്റെ ഭവനക്കാർ എനിക്കെതിരാ, എന്നെ അവർ ചർച്ചിൽ വിടത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ നിമിഷം 1997 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് ഞാൻ ഈ പ്രയറിന് പോകുന്നത്. ഞാൻ ആ ഉച്ച സമയത്ത് എഴുന്നേറ്റെന്ന് പറഞ്ഞു, എന്റെ ഭവനക്കാർ എതിരായാൽ, എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചാലും, ഇനി ആരൊക്കെ തള്ളിയാലും ഈ പകൽക്കാലം എന്റെ കർത്താവിനെ ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നത്. ആ പകൽക്കാലം എന്റെ കർത്താവിനെ ജീവിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഭയങ്കര പ്രതികൂലം, ഭയങ്കര പ്രശ്നം. പ്രയറിന് വിടത്തില്ല എന്നോട് ഞാൻ പറഞ്ഞു, എന്നെ വിടുവിച്ച ദൈവത്തെ ഞാൻ ആരാധിക്കും, എന്നെ കൊന്നാലും ഞാൻ പോകുമെന്നുള്ള തീരുമാനത്തിലൂടെ അന്ന് മുതൽ ഞാൻ പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്ക് പോവാൻ തൊക്കണം ഇടയായി തീർന്നു. ഭയങ്കര ഒരു ദേശം എനിക്കെതിരെ, എന്റെ ഭവനം, എന്റെ ഭർത്തൃഭവനം, ദേശക്കാർ എനിക്കെതിരായി തീർന്നു. എന്നാൽ സെപ്റ്റംബർ മാസം 3-ാം തീയതി മുതൽ കർത്താവിനെ പൂർണ്ണമായും വേറിട്ട് ആരാധിപ്പാൻ തൊക്കണം ഇടയായി തീർന്നു. എന്നാൽ ഡിസംബർ ഞാൻ കടന്നു ചെന്നപ്പോൾ, കടന്ന് ചർച്ചിൽ ചെന്നപ്പോൾ ദൈവദാസനുടെ പ്രകാരം പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ മാലയും കമ്പലും ഒന്നും ഇല്ലാത്ത സഹോദരിമാർ, എനിക്ക് CSA എന്നോ CMS എന്നോ പെന്തക്കോസ് എന്നോ കത്തോലിക്കൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ അവിടെ ചെന്ന് പ്രകാരം ദൈവദാസൻ പറഞ്ഞാൽ ഞാൻ ഈ ആഭരണം ഊരത്തില്ല, എനിക്ക് ദൈവജനമേ സംസാരിക്കുന്ന ദൈവം എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞു ദൈവനോട് സംസാരിച്ചാൽ ഞാൻ എന്റെ ആഭരണം ഊരാമെന്ന് പറഞ്ഞു. എനിക്ക് സൗഖ്യം എന്ന ദൈവത്തെ അറിയാം, എന്നാൽ സംസാരിക്കുന്ന ദൈവത്തെ എനിക്ക് അറിയത്തില്ല, ഇത് ഊരാൻ കഴിയത്തില്ല. അങ്ങനെ പറഞ്ഞതേ. ദൈവദാസൻ ശരി സിസ്റ്ററോട് ദൈവം പറഞ്ഞിട്ട് ഊരിയാ മതി. 1997 സെപ്റ്റംബർ മാസം 3-ാം തീയതി കർത്താവിനെ സുദൃശ്യനായി സ്വീകരിച്ചു. ചർച്ചിൽ ആരാധിക്കാൻ പോകാൻ തുടങ്ങി. പ്രതികൂലങ്ങൾ പ്രശ്നങ്ങളും ഏറി. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഡിസംബർ മാസത്തിൽ പ്രകാരം തീരുമാനമെടുത്തു, കർത്താവിനെ ജലത്താൽ സാക്ഷീകരിപ്പാൻ. 1998 ജനുവരി മാസം 31-ാം തീയതി സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. ഡിസംബർ മാസത്തിൽ ഡിസംബർ മാസം 11-ാം തീയതി അർദ്ധരാത്രി ഞാൻ ഒരു ശബ്ദം കേട്ടു, നീ എഴുന്നേറ്റ് മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുക. എന്നെ ആരോ വിളിച്ചു എഴുന്നേറ്റ് ശബ്ദം, ഞാൻ എഴുന്നേറ്റ് വായിക്കുക. എനിക്ക് ആരാ വിളിച്ചെന്നൊന്നും അറിയത്തില്ല. ഞാൻ എഴുന്നേറ്റ് വായിച്ചപ്പോൾ അവിടെ പ്രകാരം എഴുതി, കർത്താവ് സ്നാനപ്പെട്ട് കരയിൽ കയറിയപ്പോൾ സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നത്. എനിക്ക് എന്തിനും സ്നാനപ്പെടാനിരുന്നുകൊണ്ട് എന്തോ പ്രതികൂലം കടന്നു വരുന്നത് മനസ്സിലായി. ഞാൻ ചർച്ചിൽ ദൈവാസനോട് പറഞ്ഞു, ഞായറാഴ്ച ഞാൻ പറഞ്ഞു ഇങ്ങനെ രാത്രിയിൽ ആരോ വിളിച്ച് മാർക്കോസ് സുവിശേഷം 1-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു. ദൈവദാസൻ പറഞ്ഞു, കർത്താവിന്റെ ശബ്ദമാണ്, ദൈവമാണ് വിളിച്ചത്. എന്നാൽ അങ്ങനെ വിളിക്കുന്ന ദൈവം എനിക്ക് അറിയത്തില്ലായിരുന്നു. ദൈവമാണ് വിളിച്ചത്, കർത്താവ് അത്രമേൽ സ്നേഹിക്കുന്നു. ദൈവശബ്ദമാണ് കേട്ടത്. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഭയങ്കര പ്രതികൂലം കടന്നു വരുന്നു.
അത് പിടിച്ചു നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അത് കേൾക്കുന്നത്. ഒറ്റയ്ക്ക് ഇറങ്ങിയതിന് ഭയമാണ്. കാരണം എന്റെ ഭവനം എന്നെ ഒരാഴ്ച ചർച്ചിൽ വിട്ടാൽ 1 മാസം വിടത്തില്ല. ഞാൻ വീട്ടിലിരുന്ന് ആരാധിക്കും, വീട്ടിലിരുന്ന് കൈകൊട്ടി പാട്ടുപാടും. എന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവർ ചർച്ചിൽ പൊക്കോളാൻ പറയും. ഇങ്ങനെയാണ് ഞാൻ ദൈവത്തെ ആരാധിച്ചത്. കൂട്ടുകുടുംബമായിരുന്നു എന്റെ. ഹല്ലേലൂയ. കൂട്ടുകുടുംബത്തിന് 15 അംഗങ്ങളെങ്കിലും ഉണ്ട്. കൂട്ടുകുടുംബത്തിൽ ഇതിന്റെ മധ്യത്തിലെ വിശ്വാസം ഇറങ്ങിയത്. ഭയങ്കര പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഏറി വന്നു. എന്നാൽ ഈ ശബ്ദം കേട്ടു. ഓക്കെ, ശരി എന്നാൽ. എന്നിട്ട് ഞാൻ ആഭരണം ഊരാൻ തയ്യാറായില്ല. ഞായറാഴ്ച രാത്രികാലമാണ് ഞാൻ ഈ ശബ്ദം കേൾക്കുന്നത്. എന്നാൽ വെള്ളിയാഴ്ച ചർച്ചിൽ ചെന്നപ്പോഴാണ് ഞാൻ ദൈവദാസനോട് ഇത് പറഞ്ഞു. ഒരു ശബ്ദം കേട്ട്. ഇന്നാണ് മൊബൈൽ ഫോണുകളൊക്കെ ഉള്ളത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവദാസന്മാരെ വിളിച്ച്, അന്നൊന്നും ഫോണൊന്നുമുള്ള സമയമല്ല. ഞാനൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോഴത്തേനെ ഞാൻ ദൈവദാസനോട് വെള്ളിയാഴ്ച ചർച്ചിൽ ചെന്നപ്പോ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്റെ ദിവസം പറഞ്ഞു, ദൈവം ആഴമായ സ്നേഹ പരിശുദ്ധാത്മാവിന്റെ വിഷയം ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും ഹല്ലേലൂയ, ഞാൻ 2 മണിയോടായപ്പോൾ എന്റെ ഹൃദയത്തിൽ 2 വ്യക്തികൾ സംസാരിക്കാൻ തുടങ്ങി. നീ ഇതൊന്നും വേണ്ട, ഇതെല്ലാം ഊരണം, ഇത് ഹല്ലേലൂയ, ഇത് നിനക്ക് വേണ്ട എന്ന് പറഞ്ഞു. അന്നൊരു പ്രകാരം വചനമെന്ന് എനിക്കരുതിനോട് പ്രകാരം പറഞ്ഞു. പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടില്ല, നിർമ്മലവും നിർദോഷമായ കുഞ്ഞാട് രക്തത്താൽ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവജനമേ, അത് വചനമെന്ന് എനിക്കറിയത്തില്ല. ഇന്നാണെങ്കിൽ എനിക്കറിയത് പത്രോസിന്റെ ലേഖനത്തിൽ അന്ന് എനിക്കറിയത്തില്ല. അത് വചനമെന്ന് എനിക്കറിയത്തില്ല. എന്നോട് സംസാരിച്ച വ്യക്തി, എന്ന അടുത്തൊരു വ്യക്തി പറയാണ്, ഇത് നീ ഊരിയാൽ നിന്നെ അടുക്കാ കാണാൻ. നിന്നോട് സഹോദരങ്ങൾ ചോദിക്കും, ഭവനക്കാർ ചോദിക്കും, ഇത് എന്തിനാ ഊരിയത്, നീ അപ്പൊ എന്ത് മറുപടി വരെയും. ഞാൻ ഇടയ്ക്കൊന്ന് ചെന്ന് ഊരിട്ട് കണ്ണാടി നോക്കിയപ്പോ എനിക്ക് മനസ്സിലെന്നെ കാണാൻ വൃത്തിയടാ. പിന്നെ ഞാൻ എടുത്തിട്ട് എന്നാൽ ദൈവം ഒരു രാത്രി 7 മണിയായപ്പോൾ എന്റെ ശരീരത്തെ വിടക്കി ആഭരണം കിടന്നവിടൊക്കെ തീ കൊണ്ടുകൊള്ളുന്ന അനുഭവം ഉണ്ടായി. എനിക്ക് ഇരിക്കാൻ മേല, നിൽക്കാൻ മേല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ വെള്ളത്തിൽ പോയി ഇരുന്ന് നോക്കി, കിടന്നു നോക്കി, എന്നിട്ടൊന്നും എനിക്ക് മാറ്റമില്ല. അപ്പോൾ ഒരു ശബ്ദം, നീ പറഞ്ഞു ദൈവം സംസാരിച്ചല്ലാതെ നീ ദൂരത്തിലെന്ന്. ഉച്ച മുതൽ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടേ നീ അനുസരിക്കാതെ ശബ്ദം കേൾക്കാതിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ നിമിഷം തന്നെ എനിക്ക് എന്റെ ശരീരത്തിൽ കിടന്ന സകല ആഭരണങ്ങളും ഊരുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ഞാൻ പറയട്ടെ, ദേവനോട് സംസാരിച്ചാണ് ഞാൻ ആഭരണം ഊരുവാൻ തക്കോണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർമ്മലോ നിർദോഷമായ കുഞ്ഞാട് രക്തത്താൽ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അതേ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ പാരമയാഗമായി തീർന്നു. ആ അവസാനത്തെ രക്തം എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി എന്റെ കർത്താവ് ചൊരിഞ്ഞു. ആ ദൈവ സ്നേഹം എന്നെ തേടി വന്നപ്പോൾ എനിക്ക് ഈ ലോകത്തിന്റെ ഇമ്പമൊന്നും വേണ്ട എന്ന് ആ രാത്രി കാലം ഞാൻ തീരുമാനം. സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ആഭരണങ്ങളെല്ലാം ഊരുവാൻ എന്റെ കർത്താവ് എനിക്ക് കൃപ നൽകി. സ്നാനപ്പെട്ടതിന് ശേഷമായി ഞാൻ പറഞ്ഞില്ല, പ്രതികൂലമാ. പിന്നെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ നീ എന്നിലേക്കൊന്ന് വരണമേ, എനിക്ക് തനിയെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, എന്റെ അടുത്തേക്കൊന്ന് വരണമെന്നുള്ള പ്രാർത്ഥനയാ. പിന്നെ ഞാൻ സ്നാനപ്പെട്ട് അന്ന് പകൽക്കാലം തിരുവത്താഴ ശുശ്രൂഷയിൽ ആത്മാവിന്റെ അഭിഷേകത്താൽ, ആത്മാവിന്റെ സ്നാനത്താൽ എന്റെ കർത്താവിനെ അന്യഭാഷ അടയാളത്തോടെ ആരാധിപ്പാൻ കൃപ നൽകി. ഞങ്ങൾ 9 പേരാണ് പകൽക്കാലം സ്നാനപ്പെട്ടത്. എന്നാൽ ഞാൻ ഒരു വ്യക്തി മാത്രമാണ് പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞത്. കാരണം എന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു, എന്നെ കൊണ്ട് കർത്താവിന് ഉദ്ദേശമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരുവനെ കർത്താവിന് വേണമെങ്കിൽ, ഒരുവനെ കൊണ്ട് കർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ, എത്ര ചേറ്റുകണ്ടത്തിൽ കിടന്നാലും, എത്ര ചെളിക്കുഴിയിലാണേലും അവിടുന്നൊക്കെ കർത്താവ് കരകയറ്റിക്കൊണ്ടുവരുമെന്ന് എന്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രതികൂലമേറി, പ്രശ്നങ്ങളേറി, അല്ല ഞാൻ പറഞ്ഞ ചർച്ചയിൽ രാജ്യകാലം വിടും, പിന്നെ 1 മാസം വിടത്തില്ല. അങ്ങനെ ദേശം മൊത്തം എതിരായി തീർന്നു. എന്നാൽ ഒറ്റയ്ക്ക് കടന്നു പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, എന്റെ കർത്താവിനെ ആരാധിപ്പാൻ ഈ ഒരു കാര്യം മാത്രം ഞാൻ അനുസരിക്കത്തില്ല. എന്നെ കൊന്നാലും ഞാൻ പിന്മാറത്തില്ല. ഞാൻ ചർച്ചിൽ പോകാതിരിക്കണമെങ്കിൽ എന്റെ കാല് തല്ലി ഒടിച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചർച്ചിൽ പോയി ദൈവത്തെ ആരാധിക്കും. നീ എന്റെ കാല് തല്ലി ഒടിച്ചാൽ എനിക്ക് കിടക്കുന്ന കിടപ്പിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കും. അതല്ല എങ്കിൽ എനിക്ക് എന്റെ ശബ്ദം എടുക്കാൻ പറ്റാതെ വരണം. എനിക്ക് ശബ്ദമുണ്ടെങ്കിൽ എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. എന്റെ ഭവനക്കാർ മടുത്തു, എന്റെ ചർച്ചക്കാർ മടുത്തു, എന്റെ ഹസ്ബൻഡ് മടുത്തു. എന്റെ കർത്താവ് ജയിച്ചു, ഞാനും ജയിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
എന്റെ കർത്താവ് അപ്രകാരം ഒറ്റയ്ക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഒരു സ്വോത്ര കാഴ്ച ഇടുവാനോ ഒരു പിടിയിൽ ഒന്നും കൊണ്ടുവരാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. എന്നാൽ ദൈവജനമേ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയാം, ഇന്നാണ് ഇത്രയൊക്കെ ഹല്ലേലൂയ ദൈവജനത്തിന്, ദൈവദാസന്മാർക്കൊക്കെ അനുഗ്രഹങ്ങളുള്ളത്. അന്ന് പച്ചൊരു രക്ഷകളെ കൂടെ കടന്നു വരുന്ന ഒരു സമയമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഞങ്ങളുടെ സ്ഥലത്തിലെ ദേവദാസന്റെ വൈഫ് പ്രസവിച്ച് കിടക്കുക. ഞങ്ങളുടെ കേന്ദ്രത്തിൽ ദേവദാസൻ കടന്നു എന്ന് പറഞ്ഞു. കൊണ്ടുവരുന്നവരെല്ലാം പിടിയൊരു ഒരു കുത്തരി കൊണ്ടുവരണം. ദേവദാസന്റെ ഭാര്യ പ്രസവിച്ച പച്ചരി എങ്ങനെ കഞ്ഞി വെച്ച് കൊടുക്കുന്നേ, ഒരു സ്വോത്ര കാഴ്ച ഇടാനില്ലാത്ത എനിക്ക് ഇത് കൊണ്ടുവരുന്ന എങ്ങനെ? എന്റെ വീട്ടിൽ നിന്ന് ഞാനും എന്റെ 2 കുഞ്ഞുങ്ങളും, എനിക്ക് അത് കഴിഞ്ഞൊരു മോനുണ്ടായി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെല്ലുന്നതിന്റെ പാട് എനിക്ക് അറിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഞാന് ഇപ്രകാരം എന്നെ ചൊല്ലി സഭയ്ക്കകത്ത് വിഷയം ഒരു അമ്മച്ചി പറഞ്ഞു, സുധർമ്മ കൊണ്ടുവരാമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം. ഞാൻ ഇവിടെ നിലവിളിച്ചു കരഞ്ഞു, കർത്താവ് എനിക്ക് കൊടുക്കാൻ മനസ്സുണ്ട്, എന്റെ കയ്യിൽ ഒന്നുമില്ല. കല്ലിനെ തന്നെ നിന്റെ കരങ്ങൾ സ്വത്രമായി അർപ്പിക്കുന്നു. ഈ പെട്ടകം ചുമക്കാൻ എനിക്കൊരവസരം തന്നാൽ ഞാൻ വിശ്വസ്തയോടെ ചുമന്നാളാവുന്നേ. എന്റെ കർത്താവിന്റെ പകൽക്കാലം നിലവിളിശാലയത്തിലിരുന്ന് പ്രാർത്ഥിപ്പാൻ തൊക്കണമിടിയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, പിന്നെയും വർഷങ്ങൾ കൂടെ 2000 എനിക്ക് ഇളയ പെൺകുഞ്ഞുണ്ടായി. ഹല്ലേലൂയ, എന്റെ ഇളയ പെൺകുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കിടക്കുമ്പോൾ ആരാധന അവിടെ തകരുവാൻ തൊക്കണമിടിയായി തീർന്നു. ആ ദേവദാസനോട് കടന്നു വന്ന് പറഞ്ഞു, ഒരു സിസ്റ്റർ ഇങ്ങനെ ഹൈന്ദവ മതത്തിൽ വിശ്വാസത്തിൽ കടന്നു വന്നതുകൊണ്ട് സിസ്റ്റർക്ക് ഈ ദൈവത്തിന്റെ വേലയെ പറ്റി, ആരാധനയെ പറ്റി ഒന്നും അറിയത്തില്ല. ഒരു സിസ്റ്റർ എവിടെയെങ്കിലും പോയി ദൈവത്തെ ആരാധന, ഈ ആരാധന ഇവിടെ തകരുക. ഞാൻ അപ്പോൾ പകൽക്കാലം ദേവദാസനെ, ഞാൻ മനുഷ്യന്റെ മുഖത്തൊക്കെ അല്ല ഇറങ്ങിയത്, ദൈവത്തിന്റെ മുഖത്തൊക്കെ ഞാൻ ഇറങ്ങിയപ്പോൾ തീരുമാനം ദൈവത്തോട് എടുത്ത്, കർത്താവേ, എനിക്ക് നോക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അതെന്റെ കർത്താവാ. ദേവദാസന്മാരെ നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ കുറവശം കാണുമായിരിക്കാം, വിശ്വാസികളെ നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ കുറവശം ഉണ്ടായിരിക്കാം. എന്റെ കർത്താവിനെ മാത്രമാണ് നോക്കുന്നേ. ഈ പകൽക്കാലം വരെയും ഞാൻ അങ്ങനെയാണ് എന്റെ വിശ്വാസികൾ നയിക്കുന്നത്. ഈ ഞാൻ വിശ്വസിക്കുന്ന ഈ ഭൂമിയിൽ എനിക്ക് നോക്കാൻ മാതൃകാ പുരുഷനായി ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവ് മാത്രമാണ്. ആ കർത്താവിനെ മാത്രം നോക്കിയെങ്കിൽ മാത്രം എന്റെ വിശ്വാസം മുൻപോട്ട് പോകത്തുള്ളൂ. അതല്ല, വിശ്വാസഗോളത്തെ നോക്കിയാൽ ഞാൻ ക്ഷീണിച്ചു പോകും, ഞാൻ തകർന്നു പോകും. ദേവദാസന്മാരെ നോക്കിയാൽ ഞാൻ ക്ഷീണിച്ചു പോകും, തകർന്നു പോകും. ആ എടുത്ത തീരുമാനത്തിൽ പകൽക്കാലം നിൽക്കുവാനും എന്റെ കർത്താവിന് കൃപ നൽകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് ഞാൻ വീണ്ടും ആരാധന അവിടെ തകർന്നു. വേറൊരു ഭവനത്തിലേക്ക് ആരാധന മാറി. ഭവനങ്ങളാണ് മാറി മാറി ആരാധന. ആ ഭവനത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ ഭവനത്തിന് പ്രതികൂലമുണ്ടായി. അവരെ ഹല്ലേലൂയ പഞ്ചായത്തിലൊക്കെ ആൾക്കാർ പരാതി കൊടുത്തു. ആരാധനയെ പറ്റി അവിടുന്ന് പഞ്ചായത്തിൽ അന്വേഷിക്കാൻ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, സുധർമ്മ, ഈ ഒരാഴ്ച ഞായറാഴ്ച നിങ്ങളുടെ ഭവനത്തിലേക്ക് ആരാധന മാറ്റണം. ഹല്ലേലൂയ, ദൈവജനമേ, എന്റെ ഭവനത്തിന്റെ ഹസ്ബൻഡ് മനസ്സാന്തരപ്പെട്ടിട്ടില്ല. എന്റെ അപ്പനും അമ്മയും, എന്റെ ഹസ്ബൻഡിന്റെ അപ്പനും അമ്മയും മനസ്സെന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കൂട്ടുകുടുംബമാണ്. 2000 ഞാൻ ദൈവത്തോട് പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ്, എനിക്ക് അതുപോലെ പ്രശ്നം പ്രതികൂലം, കർത്താവ് ഈ ഭവനം എനിക്ക് അവകാശമായി തരുന്നെങ്കിൽ എന്റെ ദൈവം ഇത് എല്ലാവരെയും മാറ്റി എനിക്ക് തരണം. അതല്ല എങ്കിൽ എന്നെ ഇവിടുന്ന് മാറ്റി പാർപ്പേ. 2000 കർത്താവ് എല്ലാവരെയും മാറ്റി, കൂട്ടുകുടുംബം എല്ലാം മാറ്റിയിട്ട് എന്റെയും എന്റെ ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയും എന്റെ ഹസ്ബൻഡിന്റെ അപ്പനും അമ്മയുമായിട്ട് ഞങ്ങൾ ഭവനത്തിൽ ശേഷം ബാക്കിയുള്ളവരെല്ലാം മാറി താമസിക്കാൻ തൊക്കണം. എല്ലാവരെയും കർത്താവ് മാറ്റിയിട്ട് ഭവനം എന്റെ കയ്യിൽ തന്നു. അതിനുശേഷമായിട്ടാണ് ഈ പ്രയറിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അതിന് മുഖാന്തരം ഇങ്ങനെയാണ്, ഞായറാഴ്ച ഞാൻ സ്തോത്രം, എനിക്ക് പശു മാടുമൊക്കെ ഉണ്ട്, അതിനെ കെട്ടുവാൻ ഈ ആരാധന നടക്കുന്ന ഭവനക്കാരനോട് പറഞ്ഞു, ഈ ഒരു ഞായറാഴ്ച നിങ്ങളുടെ വീട്ടിൽ ഈ ആരാധന നടക്കണം. ഒന്ന് മാറ്റി ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെന്ന് ചോദിക്കട്ടെ, എന്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആദ്യ ദിവസം ഞാനും എന്റെ 3 കുഞ്ഞുങ്ങൾ, ഞാൻ പറഞ്ഞില്ല, മൂന്നാമത്തെ എന്റെ മോക്ക് 1 വയസ്സായില്ല. ഞങ്ങൾ 3 കുഞ്ഞുങ്ങൾ മാത്രമാണ്. ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ രക്ഷിക്കപ്പെട്ട് കടന്നു വന്നപ്പോ എന്റെ വീട്ടുകാർ ആരും എന്നോട് മിണ്ടത്തില്ല. എന്റെ ഹസ്ബൻഡ് ഗ്ലാസ് വെള്ളം പോലും എന്റെ ഇന്ന് മേടിച്ചു കുടിക്കത്തില്ല. ഞാൻ കൊണ്ടുകൊടുത്തതിനോട് മിണ്ടത്തില്ല. മാസങ്ങൾ എന്നോട് മിണ്ടാതിന് ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി. ഞാൻ രോഗിയായി മരിച്ചു പോയിരുന്നെങ്കിൽ ഹല്ലേലൂയ ആർക്കും പ്രശ്നമില്ല. എന്നാൽ ഞാൻ ഈ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് എന്നോട് എല്ലാവരും പിണക്കായി, ശത്രുവായി. എന്റെ ഹസ്ബൻഡ് പോലും എന്നോട് മിണ്ടത്തില്ല. ഞാൻ അപ്പോൾ വിശ്വാസം ഇറങ്ങിയപ്പോ എന്റെ മോന് 2 വയസ്സേ ഉള്ളൂ. എന്റെ 2 വയസ്സുള്ള മോനും എന്റെ മൂത്ത മോളും മാത്രമേ എന്റെ ഭവനത്തിനോട് സംസാരിക്കത്തുള്ളൂ. എല്ലാവരും എന്നെ വിടക്കുന്നു. എന്നാലും ഞാൻ പറഞ്ഞു, ഞാൻ പിടിച്ച വിശ്വാസം, എന്നെ വിടിവിച്ച ദൈവത്തെ ആരാധിക്കേണ്ടത് എന്റെ കടമയാ. ഇനി ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്റെ ഭർത്താവിനെ വേണ്ടെന്ന് പറഞ്ഞാലും ഈ ദൈവത്തെ വിട്ടൊരു ജീവിതമില്ല എന്ന് തീരുമാനമെടുത്തത് കൊണ്ടാണ് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ തൊക്കണം. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. ആ പകൽക്കാലം
ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചു എന്റെ ഹസ്ബൻഡിനോട്, ഇന്ന് ഒരു ദിവസത്തേക്ക് ആരാധന നമ്മുടെ ഭവനത്തിലേക്ക് മാറ്റുവാൻ ഹല്ലേലൂയ പറ്റുമോ, നടത്താൻ പറ്റുമോ? അവരെന്നോട് ഈ പ്രകാരം ചോദിച്ചു. എന്നോട് പറഞ്ഞു, ചാച്ചനോടും അമ്മയോടും ചോദിക്കട്ടെ, സമ്മതിച്ചാൽ നടത്താമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹല്ലേലൂയ ദിവാനിക്ക് അടിമയായ രണ്ടാം പിതാവിന്റെ അടുത്ത് നിന്ന് കടന്നു വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഹസ്ബൻഡും അങ്ങനെ മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആ മദ്യപാനിയുടെ കൂടെ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം മദ്യപാനിയുടെ പുരുഷന്മാരോട് പോലും എനിക്ക് വെറുപ്പായ സമയമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം എന്റെ ജീവിത സാഹചര്യമാണ് എന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ തക്കോണം വേണ്ടിയായി തീർന്നത്. എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ചോദിക്കട്ടെ, ചാച്ചനോടും അമ്മയോടും ചോദിച്ചവരൊന്നും മിണ്ടിയില്ല. അവരപ്പോൾ തന്നെ ഒരുങ്ങി ഇറങ്ങി പോകാൻ തക്കോണം വേണ്ടിയായി തീർന്നു. എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഓടിച്ചെന്ന് അവിടുന്ന് ആ വീട്ടിൽ ചെന്ന് പായെല്ലാം എടുത്തെന്റെ വീട് അന്ന് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് തറയിട്ടിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ആ പച്ച മണ്ണിനകത്തെ പാവിരിച്ചിട്ട് അന്ന് അവിടെ ആരാധന തുടങ്ങി. എന്റെ ഭവനത്തിൽ അന്ന് തുടങ്ങിയ ആരാധന 9 വർഷം എന്റെ ഭവനത്തിലാണ് ആരാധന. കാരണം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ പെട്ടകം എന്റെ കരത്തിൽ ചുമക്കുവാൻ ഒരവസരം തന്നാൽ വിശ്വസത്തോടെ ചുമന്നോളാമെന്ന് ദൈവത്തോട് പറഞ്ഞത് കർത്താവിടെ എഴുതി വെച്ചു. കർത്താവിന്റെ ഓർമ്മയുടെ പുസ്തകത്തോട് എഴുതി വെച്ചിട്ട് ഈ ആരാധന കർത്താവിന്റെ കയ്യിൽ കൊണ്ടുതന്നു. ഈ പകൽക്കാലം ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുമ്പോഴും ഇന്നും ചർച്ചിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനാ. ചർച്ചിന്റെ താക്കോൽ എന്റെ കയ്യിലായിരിക്കുന്ന ഘടകസ്ഥീരകഥ. അല്ലെങ്കിൽ ഞങ്ങൾ വാടക ഭവനത്തിലാണ് ഇന്നും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അന്നെടുത്ത തീരുമാനം ഹല്ലേലൂയ. സെക്രട്ടറിമാരൊക്കെ കടന്നു വരും. സെക്രട്ടറിമാരൊക്കെ വന്നാലും അവരൊക്കെ രാവിലെ വന്ന് ചർച്ച തൂക്കുവാനോ വായിടാനോ ഒന്നും താമസം വരുമ്പോൾ ഞങ്ങളുടെ ദേവദാസം അടുത്തിട്ട് പറഞ്ഞ്, സുധർമ്മയുടെ കയ്യിൽ തന്നെ താക്കോലിരിക്കട്ടെ. അല്ലെ, കാരണം ദൈവത്തോട് പറഞ്ഞൊരു വാക്ക് കിടക്കുക. ഹല്ലേലൂയ, ഈ പെട്ടകം ഒരാലയത്തിൽ വെക്കും വരെയും ഇതിനെ ചുമന്നോളാമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു. എന്റെ കർത്താവിനോട് എഴുതി വെച്ചു. ഇന്നും ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഹല്ലേലൂയ ചർച്ചിന്റെ താക്കോൽ എന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് 27 വർഷം കഴിഞ്ഞ് 28ാമത്തെ വർഷമാണ്. അതിൽ 5 വർഷവും സ്തോത്രം പെട്ടകം ചുമക്കുവാനും ആലയത്തിന്റെ താക്കോലെല്ലാം പിടിക്കുവാൻ എന്റെ കർത്താവ് എനിക്ക് അധികാരം തന്നു. ഹല്ലേലൂയ. എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ. സ്ത്രീ എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പലരും മാറ്റി നിർത്തിയപ്പോൾ, ഈ ബാല്യപ്രായം മുതൽ പെൺകുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ കർത്താവ് പെണ്ണെന്നുള്ളത് ഹല്ലേലൂയ ലേബലല്ല എന്നെ കണ്ടത്. എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ രാജ്യത്തിന് ഓടുവാൻ എന്റെ കർത്താവിനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. 9 വർഷം എന്റെ ഭവനത്തിൽ ആരാധന. അവിടുന്നാണ് വാടക ഭവനത്തിലേക്ക് ആരാധന കടന്നു പോകാൻ തൊക്കണിയായ. എന്റെ ഭവനത്തിൽ ഇങ്ങനെ ആരാധന നടക്കുമ്പോൾ ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ഭവനത്തിൽ കടന്നു വരുന്ന ദൈവദാസനെ ഞങ്ങളുടെ ദേശക്കാർ മർദ്ദിക്കുവാൻ തൊക്കണിയായി തീർന്നു. ഞങ്ങൾ തൊട്ടടുത്ത് 1 കിലോമീറ്റർ അപ്പുറം ദൈവദാസനും കുടുംബവും വാടകയ്ക്കാണ് താമസിച്ചത്. വാസിന്റെ വൈഫ് ആന്റി വീട്ടിൽ പോയ സമയത്തെ ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് വന്ന് രാത്രിയിൽ ദൈവദാസനെ ഭവനത്തിൽ കയറി പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് ദൈവദാസന ഭവനത്തിൽ കടന്നു എന്നിട്ട് ദൈവദാസനോട് ഗ്ലാസ് വെള്ളം ചോദിച്ചു. ആ വെള്ളം മേടിച്ചു കുടിച്ചിട്ട് ആ ഗ്ലാസിനെ അടിച്ചു പൊട്ടിച്ച് ദൈവദാസന തലയിൽ കുത്തിയിറക്കുവാൻ തൊക്കണം ഇടിയായി തീർന്നു. 38 സ്റ്റിച്ചാണ് ആ ദൈവദാസന തലയിലുള്ള മരണവരെ മുറിവ് കർത്താവെന്ന് കണ്ടതുകൊണ്ട് എന്റെ കർത്താവിന് വേണ്ടതുകൊണ്ട് ആ ദൈവദാസൻ മരിച്ചില്ല. മരണത്തിനെ അകപ്പെട്ടിരുന്നെങ്കിൽ ദേശം വിധി എഴുതിയനമായിരുന്നു. എന്നെ വ്യഭിചാര കുറ്റത്തിന് വിധി എഴുതിയ ഞാൻ തുറന്നു പറയുന്നു. ഹല്ലേലൂയ. ആ ദൈവദാസനെ കാഞ്ഞിരപ്പള്ളി കുന്നേൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോ എന്റെ പിതാവിനെ നോക്കുന്ന ഹല്ലേലൂയ എന്റെ ഭർത്തൃപിതാവിനെ നോക്കുന്ന ഡോക്ടറാണ് ദൈവദാസൻ. ഡോക്ടർ പ്രകാരം പറഞ്ഞു, സുധർമ്മേ, ദൈവം നിങ്ങളോട് ഉള്ളത് കൊണ്ടായി മനുഷ്യൻ മരിച്ചു പോകാഞ്ഞ്. മരിച്ചു പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ദൈവജനമേ ഞങ്ങളുടെ എരിമേരി ദേശം മൊത്തം പറഞ്ഞു വരുത്തി. എന്താണെന്നറിയാമോ? രാത്രിയിൽ ഞാൻ ആ ദേവദാസന്റെ ഭവനത്തിലായിരുന്നത് കൊണ്ട് എന്റെ ഹസ്ബൻഡ് ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ദേവദാസനെ മർദ്ദിച്ച് കൊല്ലുവാൻ തുടങ്ങിയെന്ന്. എന്നാൽ ദേവദാസൻ മരിച്ചു പോയിരുന്നെങ്കിൽ അതങ്ങനെ തന്നെ വിധി എഴുതി എന്റെ ഹസ്ബൻഡ് ജയിലിനകത്ത് പോയനമായിരുന്നു. ഞാൻ ദേശത്ത് പരസ്യ കൊലമന്റെ ആയുസിൽ ഞാൻ എന്തിന് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളെ പോലെ ആയി എന്റെ കർത്താവ് അതിനനുവദിച്ചില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാസങ്ങൾ എരിമേലി ഇറങ്ങുമ്പോൾ ഞാൻ കുറുക്കു വഴിയിൽ കൂടിയാണ്. കാരണം ഹല്ലേലൂയ ഞങ്ങൾ എരിമേലി ടൗണിൽ കൂടി പോകുമ്പോൾ ഹല്ലേലൂയ യൂണിയൻ പണിക്കാര്, വാർക്കക്കാര്, തടിപ്പണിക്കാരെ, ചുമട്ടുതൊഴിലാളികൾ എല്ലാം
അവരെല്ലാം കൂട്ടത്തോടിരിക്കുന്നവരെല്ലാം നോക്കി കളിയാക്കും. അല്ല എന്റെ ഭർത്താവിനോട് വയ്ക്കും, അല്ലെങ്കിൽ സുധർമ്മ ഇന്നലെ വൈകിട്ട് നിന്റെ കൂട്ടത്തിലായിരുന്നോ പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ, അങ്ങനെ ചോദിച്ച് കളിയാക്കുന്ന അവസ്ഥ. അങ്ങനെ എന്റെ ഭർത്താവ് പൂർണ്ണമായി മദ്യപാനിയായി മാറി, മുഴുവൻ മദ്യപാനിയായി. അല്ല ഭവനത്തിൽ വിഷയം, പ്രശ്നം, മദ്യം മേടിച്ചു കൊടുത്തെ ഭവനത്തിൽ വിഷയമുണ്ടാക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന പ്രതികൂലങ്ങൾ, സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ എന്റെ ഹസ്ബൻഡ് ഒരു മെന്റൽ രോഗിയെ പോലെയായി, മുഴുവൻ മദ്യപാനിയായിട്ട്, താൻ വയലന്റ് ആയിട്ട്, താൻ കുടിച്ചിട്ട് വന്നിട്ട് പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോഴൊക്കെയും ആരെങ്കിലും ഒക്കെ ദൈവം അവിടെ അയച്ചിട്ട് അവരവിടുന്ന് തന്നെ അഴിച്ചിടുവാൻ തൊക്കണമിടെ. അന്ന് മരിച്ചിരുന്നെങ്കിൽ ലോകം പറഞ്ഞാൻ കാരണമാണ് എന്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തേനെ. ഒരു വട്ടമല്ല, പലവട്ടം ആത്മഹത്യ ശ്രമിക്കുമ്പോഴൊക്കെയും കർത്താവ് ആരെങ്കിലും അയക്കും, ആരെങ്കിലും കാണും, തന്നെ അഴിച്ചിടും. അങ്ങനെ താൻ എന്ത് ചെയ്യും? മുഴുവൻ മെന്റൽ രോഗിയെ പോലെ കോട്ടയം മെഡിക്കൽ കോളേജ്, ആകാശപ്പറവ, കമ്പനക്കാട് ധ്യാന സെന്ററുകൾ, മൂലമറ്റ ഹോസ്പിറ്റൽ, അങ്ങനെ ലക്ഷങ്ങൾ എന്റെ ഹസ്ബൻഡിന്റെ ചികിത്സയ്ക്കായി മുടക്കി. താൻ മുഴുവൻ മദ്യപാനിയായിട്ട് മെന്റൽ രോഗിയെ പോലെ അല്ലെങ്കിൽ ആസൂത്രം പലപ്പോഴും രാത്രിയാമങ്ങളിൽ അല്ലെങ്കിൽ ഉപദ്രവിക്കുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്റെ കോങ്ങായ്ക്ക് പിടിച്ച് ഞെക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മോന്റെ മോള് പഠിക്കുമ്പോൾ രാത്രിയിൽ അവളെ രാത്രിഭാഗം സന്ധിക്കുന്നു, പഠിക്കാൻ പറ്റത്തില്ല. ഈ പിതാവ് മദ്യപിച്ചു വന്ന് ബഹളം വെക്കുമ്പോൾ രാത്രിയാകുമ്പോൾ ഞങ്ങൾ നോക്കാം, എന്റെ കുഞ്ഞു മണ്ണെണ്ണ വിളക്കിന്റെ മട്ടത്തിരുന്ന് പഠിച്ചാണ് എന്റെ മോളിന്ന് BSc B.Ed അല്ലെങ്കിൽ ആസൂത്രം പഠിക്കുവാൻ സാഹചര്യമില്ലാത്ത സ്ഥാനത്തെ എന്റെ കുഞ്ഞു രാത്രിയാമങ്ങളിൽ ആരും ഉണർത്താതെ പിതാവ് ഉറങ്ങിക്കഴിയാൻ വരുന്നു. ഹല്ലേലൂയ. പഠിക്കുവാൻ തൊക്കെ. അങ്ങനെയാണ് എന്റെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ പരീക്ഷ സമയത്ത് ഈ പിതാവ് പുസ്തകം മൊത്തം വലിച്ചു കീറിക്കളഞ്ഞു. അവന് പഠിക്കാൻ പുസ്തകമില്ല. എന്റെ കുഞ്ഞിന് ദൈവം ബുദ്ധി കൊടുത്തുകൊണ്ടാണ് അവൻ 10ാം ക്ലാസ് പാസ്സാകുവാൻ തൊക്കണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ആസൂത്രം. അങ്ങനെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, ദേശം, എനിക്ക് ആരും സഹായമില്ലാതെ ഈ ഒരു ദൈവത്തെ അറിഞ്ഞു. വീട്ടിൽ ആരാധന നടക്കും, ദൈവനാമത്തിന് നിൽക്കുന്നു പറഞ്ഞ് എല്ലാവരും വിടക്കുന്നെണ്ണി. എന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ നിർവാഹമില്ല. അപ്പോഴൊക്കെ ഞാൻ ഓരോ വീടുകളിൽ ജോലിക്ക് പോയി. എന്റെ പിതാവ് 12 വർഷം രോഗിയായി, അമ്മ രോഗിയായി. ഇവരെ നോക്കണം. മദ്യപിച്ച് ബഹളം വെക്കുന്ന ഹസ്ബൻഡ്, കുടുംബഭാരം, കുഞ്ഞുങ്ങളുടെ പഠനം. ഇങ്ങനെ ഒരു പ്രാവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകുമ്പോൾ വാക്കത്തോടെ എനിക്കിട്ട് വെട്ടിയ വെട്ടെ എന്റെ മോൻ കണ്ടുകൊണ്ടിരുന്നിട്ട് അവരോർത്ത് എന്റെ പെടലി കണ്ടിച്ചു പോയെന്ന നാൾ. അല്ലെങ്കിൽ എന്റെ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് എനിക്ക് ഇപ്പോഴും എങ്ങനെയെന്നറിയത്തില്ല. അവിടെ കുറച്ച് വെള്ളമിരുന്നു, അതാര് മറിച്ചിട്ട് എങ്ങനെ മറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. അതിലെന്നെ വെട്ടി വാക്കത്തി വീശി വന്ന് ഞാൻ പുറകോട്ട് മാറി. എന്റെ ഹസ്ബൻഡ് ആ വെള്ളത്തിൽ തെന്നി വീഴുവാൻ തക്കോണം ഇടിയായി തീർന്നു. എന്റെ മോനോർത്തു ഞാൻ വെട്ടുകൊണ്ടു എന്റെ കഴുത്ത് മുറിഞ്ഞു വന്ന്. അവന്റെ കുഞ്ഞൊന്നു കാറി അവന്റെ നാക്ക് ഇറങ്ങിപ്പോയി. അവന് പിന്നെ ഒരാഴ്ചത്തേക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത പ്രതികൂലങ്ങളുടെ മധ്യ പ്രശ്നങ്ങൾ. എന്നാലും അപ്പോഴൊക്കെ അതിനുശേഷമായ 2010 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞാനൊരു ഭവനത്തിൽ എന്നെ ഒത്തിരി സഹായിച്ച, എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ സഹായിച്ച ഒരു ഭവനമാണ്. ആ ഭവനത്തിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ഭവനത്തിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് അപകടമുണ്ടായി. എന്റെ തലയുടെ 2 ഞരമ്പ് പൊട്ടുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. തലയുടെ ഞരമ്പ് പൊട്ടി എന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞു 2010 എനിക്ക് സംഭവം ഉണ്ടാകുന്നത്. ഡോക്ടർമാർ പറഞ്ഞു ഛർദ്ദിക്കുകയോ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ കാഞ്ഞിരപ്പള്ളിയിലോ കൊണ്ടുപോകണം. വീട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് ഛർദ്ദി ഉണ്ടാകുവാൻ തൊക്കെ. എന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞാണ്. എന്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ മദ്യപിച്ച് കിടക്കുന്ന അവസ്ഥയാ. എന്റെ പിതാവും മാതാവും കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ പിതാവിനെ കൊണ്ട് അഡ്മിറ്റ് ആയിരിക്കാം. എന്നാൽ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഛർദ്ദിയും തലകറക്കവുമായിട്ട് ഞാൻ തനിയാണ് കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നത്. അവിടെ ചെന്ന് ഡോക്ടറെ നിഷ്കമിരുന്നു. ഡോക്ടറിന് പറഞ്ഞ് സ്കാൻ ചെയ്യണം. എന്റെ 5 വയസ്സാകുമ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ തിരിച്ച് എനിക്ക് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ടാണ് ചൊവ്വാഴ്ച കാഞ്ഞിരപ്പള്ളിക്ക് പോയി ബുധനാഴ്ച വീണ്ടും സ്കാൻ ചെയ്യാനായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ചെന്ന് പൈസ ചോദിച്ചവർ എനിക്ക് പണം തന്നു. അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി സ്കാൻ ചെയ്തപ്പോൾ എന്റെ തല 2 ഞരമ്പ് പൊട്ടിയിട്ട് തലയ്ക്കകത്ത് ബ്ലീഡിങ്ങാ. ഡോക്ടറിനോട് പറഞ്ഞു ഇത്രയും സീരിയസ് ആയ രോഗി ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് എന്റെ കൂടുതൽ ആരും വന്നിട്ട് തനിയാ വന്ന് എന്നോട് ചോദിച്ചു ഇത്രയും സീരിയസ് ആയിട്ട് ഇതെന്താ ഇങ്ങനെ ആരും കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞു എനിക്ക് ആരും കൂട്ടത്തിൽ വരാനില്ല. എന്നോട് പറഞ്ഞു
പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ്. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പോകാൻ പറ്റും. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഹല്ലേലൂയ സ്തോത്രം ഈ സെക്ഷൻ ഡോക്ടർമാരില്ലെങ്കിൽ ഇവിടെ വന്ന് അഡ്മിറ്റ് ആവണം. പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ ഹസ്ബൻഡിനെ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അവിടെ ഏത് സെക്ഷൻ ആണെന്നൊന്നും എനിക്കറിയാം. ഒരു സെക്ഷൻ ഡോക്ടറോട് എന്ന് ചോദിച്ചു പറഞ്ഞു ഈ സെക്ഷനിൽ ആളില്ല. അപ്പോഴത്തേനെ കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയി. ഞായറാഴ്ചയായപ്പോഴത്തേക്കും എന്റെ തല കറങ്ങുവാൻ തൊക്കണം വെടിയായി തിന്നു. എന്റെ തലയിൽ അടുത്ത് കിടക്കുന്ന വാർഡിൽ കിടക്കുന്നവരൊക്കെയും ഓടി വന്നേ ഒരു സൈഡ് പിടിച്ചു ഇപ്പത്തെ സൈഡിലേക്ക് തിരിയും. രണ്ട് സൈഡിൽ നിന്ന് നേരെ പുറകോട്ടും അറിയും. ഡോക്ടർമാരോട് വന്ന് ആൾ മരിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോഴും എന്റെ ഹസ്ബൻഡ് മദ്യത്തിന് അടിമയാ. എന്റെ ചർച്ചിലെ വിഷയത്തിന് എല്ലാവരും കൂടെ കൊന്നു. എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് പൊൻകുന്നം ആകാറായപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുകയെന്ന്. കാരണം എന്റെ ശരീരവരെയും ഐസ് കെട്ട പോലെ തണുത്ത് മരച്ചു. എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുക. എന്നെ പ്രകാരം ദൈവത്തോട് പറഞ്ഞു കർത്താവേ എന്നെ കൊണ്ട് ഉദ്ദേശം തീർന്നുവെങ്കിൽ എന്റെ പ്രാണനെ വിളിക്കുക. അതിന്റെ കുഞ്ഞുങ്ങളൊന്നുമായിട്ടില്ല. അതിൽ ഇനിയും അനേകർ മധ്യത്തിൽ ഞാൻ സാക്ഷിയായി തീരാനുണ്ടെങ്കിൽ അനേകരുടെ കർത്താവിനെ ുണ്ടെങ്കിൽ എന്റെ പ്രാണനെ മടക്കി തരണമേ. അവിടെ വെച്ച് എനിക്ക് ബോധം പോയി. പിന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞേ എനിക്കറിയത്തുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ആദ്യത്തെ അവിടെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്തു. കാഞ്ഞിരപ്പള്ളി സ്കാനിങ്ങിലും 2 ഞരമ്പ് പൊട്ടി തലയ്ക്കകത്ത് ബ്ലീഡിങ്. അവിടുത്തെ സ്കാൻ ചെയ്തപ്പോഴും 2 ഞരമ്പ് പൊട്ടി തലയ്ക്കകത്ത് ബ്ലീഡിങ്. അവർ പറഞ്ഞ രക്ഷയിലാണ് മരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം എന്റെ സർജറി വിഷയത്തിന് കടന്നു എന്ന് പ്രാർത്ഥിച്ചു പ്രകാരം പറഞ്ഞു ഈ പ്രാണനെ മടക്കി തരണമേ ഇപ്പോൾ വിളിക്കരുത് എന്ന്. അപ്രകാരം എന്റെ കർത്താവ് പ്രാർത്ഥന മുദ്ര വെച്ചു. എന്നെ കൊണ്ട് ദൈവം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് ആവശ്യമുള്ള ഹിസ്കിയാവിന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തതുപോലെ അല്ലെങ്കിൽ കർത്താവ് എനിക്ക് ഇപ്പോൾ 15/2025 2010 ഈ ഹല്ലേലൂയ സംഭവം ഉണ്ടാകുന്നത്. ഇത് 25ാമത്തെ വർഷം എന്റെ പ്രാണനെ ദൈവം എന്ത് ചെയ്തു ഹിസ്കിയാവിന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തതുപോലെ നീട്ടിത്തന്നു. വെളുപ്പിനെ 5 മണിയായപ്പോൾ എനിക്ക് ബോധം തെളിയുവാൻ തൊക്കണമെന്ന ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമായി 2ാമത്തെ സ്കാൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞരമ്പിന് പൊട്ടലില്ല, തലയ്ക്കകത്ത് ബ്ലീഡിംഗ് ഇല്ല. ഡോക്ടർമാർക്ക് അതിശയം. കാഞ്ഞിരപ്പള്ളി സ്കാൻ ചെയ്യുന്ന സ്കാനിങ്ങിൽ ബ്ലീഡിംഗ് ഉണ്ട്, ഞരമ്പിന് പൊട്ടലുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ സ്കാനിങ്ങിൽ ഞരമ്പ് പൊട്ടലുണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷമായി സ്കാൻ ചെയ്ത സ്കാനിങ്ങിൽ ബ്ലീഡിംഗ് ഇല്ല, ഞരമ്പിന് പൊട്ടലില്ല. ഡോക്ടർമാർക്ക് അതിശയം ഇതെങ്ങനെ സംഭവിച്ചു? ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യ ദൃഷ്ടിയിൽ ആശ്ചര്യമാ, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാ. ഒരുവനെ കൊണ്ട് കർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ, ഒരുവനെ കർത്താവിന് വേണമെങ്കിൽ മരണം കാർന്നു നിന്നാലും മരണം അവനെ ഹല്ലേലൂയ കൊണ്ടുപോകാൻ വെല്ലുവിളിച്ചാലും എന്റെ കർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ ആയുസ്സിനെ നീട്ടിത്തുന്ന മരണത്തെ മാറ്റി എഴുതിക്കൊണ്ടേ മരണരേഖ തിരുത്തി എഴുതിക്കൊണ്ട് ജീവനിലേക്ക് മടക്കി വരുത്തുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്ന. ഹറവശാന്തരി ഭാനകസി 2010 എന്റെ പ്രാണനെ കർത്താവ് എനിക്ക് മടക്കി തന്നു. എനിക്ക് എല്ലാത്തിനും തിടുക്കമുള്ള വ്യക്തിയാണ്. കാരണം ആ പ്രാണനെ മടക്കി തന്ന ദൈവത്തിന് നന്ദി പറയണമല്ലോ. കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ വാർഡിൽ കടന്നു വന്നേ ഡോക്ടർമാർ, നഴ്സുമാർ, വാർഡിൽ കിടന്ന രോഗികളോടെ ഞാൻ സാക്ഷി പറഞ്ഞിട്ട് തിരിച്ചു വന്ന. കാരണം എന്റെ ബോഡി കൊണ്ടുവരുവാൻ ഞാൻ പാർക്കുന്ന ദേശത്ത് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ഇപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ആൾ മരിച്ചു, ബോഡി കൊണ്ടുവരും ഉള്ള കാര്യങ്ങൾ. രാത്രി മൊത്തം ആൾക്കാർ ഉറക്കമണിഞ്ഞ് കാത്തിരിക്കുക. കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ അവർക്ക് മനസ്സിലായി മരിച്ചുപോയെന്നെ. ആ സ്ഥാനത്ത് ജീവനുള്ള ദേശത്തുള്ള ദേഹിയായി നിന്നുകൊണ്ടേ പിറ്റേ ദിവസം പ്രഭാതത്തന്നെ 12 സമയത്ത് കടന്നു വന്നേ. ആ വാർഡിലും ഡോക്ടർമാർ, നഴ്സുമാരും സാക്ഷി പറഞ്ഞിട്ടെ എന്റെ ദേശത്തേക്ക് മടങ്ങി വരും എന്റെ കർത്താവ് എനിക്ക് അല്ല അവസരം ഒരുക്കി തന്നു. അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം. ആഴ്ചയിൽ 3 ദിവസം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അല്ലെങ്കിൽ അനേകം സ്ഥലങ്ങളിൽ ട്രാക്ട് കൊടുക്കുവാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴും എന്റെ ഹസ്ബൻഡ് മദ്യപാനിയാണ്, ദൈവത്തിനെ കടന്നു വന്നിട്ടില്ല. ഹല്ലേലൂയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ആഴ്ചയിൽ 3 ദിവസം സുവിശേഷ വേല, ബാക്കി 3 ദിവസം ജോലിക്ക് പോകും. ഹല്ലേലൂയ സ്തോത്രം. അല്ലാത്തവനെ ഞായറാഴ്ച ചർച്ചിൽ പോകും. ഇങ്ങനെ 7 ദിവസവും ഹല്ലേലൂയ നാൾ എന്നെ ദേശക്കാരെല്ലാം കളിയാക്കാൻ തുടങ്ങി. ഭവനത്തെ നേടാത്തവൾ, കർത്താവിനെ മനസാന്തരപ്പെടുത്താൻ പറ്റാത്തവൾ, ദേശക്കാരെ നേടാൻ നടക്കുക. കുടിയനായ ഹല്ലേലൂയ ഭർത്താവിനെ കൊണ്ട് ഇവൾ കൽവക്ക് രക്ഷ കൊണ്ടുവരാതെ ഇവൾ എന്നാ സുവിശേഷം പറയാനാ? രഹസ്യവും പരസ്യവുമായി കളിയാക്കുന്ന വ്യക്തികൾ എന്റെ പുറകെ നടന്ന്
ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ ഏത് ഭവനത്തിൽ ചെന്നാലും ഞാൻ പറയും, എന്റെ ഭർത്താവ് പൂർണ്ണമായി മനസ്സാന്തരപ്പെട്ട ഇപ്പോഴും മദ്യപിക്കുന്ന വ്യക്തിയാ. ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതലുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ, ഞാൻ പ്രാർത്ഥിക്കാൻ. ദൈവജനമേ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എന്റെ കർത്താവ് അത്ഭുതകരമായ മറുപടിയെ കൊടുക്കും. ഹല്ലേലൂയ. എന്റെ ഭർത്താവ് മദ്യപാനിയാണെങ്കിലും പിന്നെ മദ്യത്തിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിലും മദ്യപാനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് വിടുതലയക്കും. ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച രോഗികൾക്ക് സൗഖ്യമാകും. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ തുറന്നു പറയുക, നമുക്ക് എപ്പോഴും സ്വന്തം ഭവനക്കാർ തന്നെ ശത്രുക്കൾ, വിശ്വാസികൾ തന്നെ എനിക്ക് കൂടുതൽ എനിക്കെതിരായി തീർന്ന് വിശ്വാസികൾ വണ്ടിക്കൂലി മുടക്കി ഞാൻ പോകുന്ന സ്ഥലത്ത് ചെന്ന് പറയും, അവളുടെ ഭർത്താവ് മദ്യപാനിയ, എനിക്ക് വ്യഭിചാരി എന്ന് മുദ്രകുത്തിയുടെ, അവളുടെ സ്വഭാവം ശരിയല്ല, ഇവളെയാണോ നിങ്ങൾ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് വണ്ടിക്കൂലി മുടക്കി ഞാൻ പോകുന്ന വിശ്വാസികൾ പോയി പറയുവാനപ്പോൾ എനിക്കത് വലിയ ഭാരമായി തീർന്നു. ഞാൻ ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, എടുത്ത തീരുമാനത്തിൽ എനിക്ക് പിന്മാറിക്കൂടല്ലോ. എനിക്ക് നിരന്തരം ഇങ്ങനെയായപ്പോൾ ഞാൻ സുവിശേഷ വേല നിർത്തി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ ഭർത്താവ് മനസ്സാന്തരപ്പെടാതെ ഇനി ഞാൻ സുവിശേഷ വേല ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷ വേല നിർത്തിയതിനിടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു, എന്റെ ഭർത്താവ് പൂർണ്ണ മദ്യപാനിയ. സമാധാനം എന്തെന്ന ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ട ബാല്യപ്രായത്തിൽ ഹല്ലേലൂയ മദ്യത്തിനും കഞ്ചാവിനും അടിമപ്പെട്ട പിതാവ്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മദ്യത്തിന് അടിമപ്പെട്ട ഭർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഹല്ലേലൂയ കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടി മദ്യപിക്കുന്ന എന്നെ പോലെ തന്നെ സമാധാനമില്ലാതെ ഹല്ലേലൂയ ഭാരപ്പെടുന്ന ഒത്തിരി സഹോദരിമാർ കാണുമല്ലോ. എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. ഒരു തീരുമാനമെടുത്ത് എന്റെ ഒപ്പം നിൽക്കുന്ന 2 സഹോദരിമാരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ എന്റെ ഭവനത്തിൽ ചൊവ്വാഴ്ച പ്രാർത്ഥന പേർ തുടങ്ങുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഞങ്ങൾ 3 പേര് കൂടി എടുത്ത തീരുമാനം ഇതാ. ഹല്ലേലൂയ സമാധാനമില്ലാതെ മദ്യപാനത്താൽ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാതെ വിവാഹം കഴിച്ച സാമ്പത്തിക ഭാരപ്പെടുന്ന അനേകം മാതാവ് ഇങ്ങനെ ഓരോ ചില കഷ്ടങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഉപവസിക്കാൻ തുടങ്ങി. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, 12 വർഷമായി എന്റെ ഭവനത്തിൽ ആ പ്രാർത്ഥന നടക്കുന്നു. 100 കണക്കിന് ആൾക്കാർ കടന്നു വന്ന് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുന്നത് കാണുവാൻ തൊക്കെ ഇടയായി തീരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ ദൈവത്തോട് സ്തുതി, കർത്താവേ, ഒന്നിനും കൊള്ളാത്തതിൽ കൂടി തന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് ചെയ്യുന്നത്. രോഗികൾ കോട്ടയം മെഡിക്കൽ കോളേജ് മരണം വിധി എഴുതി വിട്ട രോഗികൾ എന്റെ ചെറിയ ഭവനത്തിൽ കടന്നു വന്ന് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുന്നത് കണ്ണാൾ കാണുവാൻ തൊക്കെ ഈ ചൊവ്വാഴ്ച കാലവും എന്റെ ഒരു അത്ഭുതം നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് 2 ലക്ഷം 3 ലക്ഷം രൂപ എടുത്ത് ഹല്ലേലൂയ മുടക്കി ഒരു സഹോദരി, പിന്നെ കക്ഷത്ത് 2 മുഴ, കാലിന്റെ തുടയ്ക്ക് 2 മുഴ. ഹല്ലേലൂയ. അവർക്ക് ഹല്ലേലൂയ സ്തോത്രം ബ്ലഡ്, ഹാർട്ടിനകത്ത് ബ്ലഡ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാ. അവർ പറഞ്ഞു ക്യാൻസർ വാർഡിലേക്ക് അവരെ ചികിത്സിക്കാനായിട്ട് ബയോപ്സിയൊക്കെ എഴുതി കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അവരെ ഈ കഴിഞ്ഞ എല്ലാ ആഴ്ചയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ സ്ഥലത്തിലെ സഹോദരിയുടെ ചേച്ചിയാ. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കാലം, ഈ ആഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച കാലം ഹല്ലേലൂയ അവരുടെ ശരീരം മൊത്തം പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴയാണ്. ഹല്ലേലൂയ സ്തോത്രം. ക്യാൻസർ വാർഡിലേക്ക് അവരെ എഴുതി കൊടുത്തു. ഹല്ലേലൂയ ബയോപ്സി ചെയ്യാനായിട്ട്. എന്നാൽ ഹല്ലേലൂയ ഈ ചൊവ്വാഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷമായി അവർ 2 മുഴയും കർത്താവ് പൂർണ്ണമായി സൗഖ്യം കൊടുത്തു. ഈ തിങ്കളാഴ്ച കാലം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോ ഡോക്ടർമാർക്ക് അതിശയം, മുഴയില്ല, കക്ഷത്തിൽ മുഴയില്ല, കാലിന്റെ തുടയിൽ മുഴയില്ല. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഈ പകൽക്കാലം ഞാൻ സാക്ഷി പറയുമ്പോഴും അവർ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്തിട്ടും മടങ്ങിയവരെന്നെ ഇപ്പോൾ വിളിച്ച് സംസാരത്തിൽ കയറിയിരിക്കുന്ന ഡോക്ടർമാർക്ക് അതിശയം, തനിക്ക് ഒരു രോഗവുമില്ല. രഹസ്യം ഇന്നും കർത്താവ് ജീവിക്കുന്നു. അനേകം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ണാൽ കാണുവാൻ എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ബന്ധനങ്ങൾ, രോഗങ്ങൾ, കിടക്കയിൽ കിടക്കുന്ന രോഗികൾ സൗഖ്യമാകുന്നതെല്ലാം കാണുവാൻ അനേകർ സ്നാനത്തിലേക്കൊക്കെ നയിക്കുവാൻ എന്റെ കർത്താവിന് കൃപ നൽകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞുള്ള ശുശ്രൂഷ ഞാൻ നിർത്തി. ഹല്ലേലൂയ ശുശ്രൂഷ നിർത്തി കഴിഞ്ഞപ്പോൾ എന്നെ അനേകർ ഫോണിൽ കൂടി വിളിച്ചൊക്കെയും പ്രാർത്ഥിക്കും. ഇന്നെനിക്ക് ഒത്തിരി ഭാരമുണ്ട്. അത് പറയുമ്പോൾ ഞാൻ അപ്പോൾ പറയും, എനിക്കിപ്പോൾ ബിസിയാണ്, എനിക്ക് സമയമില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതികൂലമായതുകൊണ്ട്. കാരണം എന്റെ ഹസ്ബൻഡ് മനസ്സാന്തരപ്പെടാന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുന്നു.
നോക്കുന്നുണ്ട്. ഞാൻ ഹല്ലേലൂയ ശുശ്രൂഷ നിർത്തിവെച്ചു. എന്നാൽ ഒരുവിനെ ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, എന്നെ കൊണ്ട് കർത്താവിന് ഉദ്ദേശമുണ്ട് അനേകം ആത്മാക്കളെ നേടുവാൻ. ഹല്ലേലൂയ സ്തോത്രം. എന്നെ ഞാൻ പറഞ്ഞു, എന്റെ മൂന്നാമത്തെ മോളെ അവൾ ഹല്ലേലൂയ സ്തോത്രം കോയമ്പത്തൂർ നഴ്സിംഗ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. എന്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മോക്ക് കന്യാകുമാരി മെഡിക്കൽ കോളേജിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് എന്റെ മൂത്ത മോളെ വാങ്ങഴിച്ചത് തിരുവല്ല വെണ്ണിക്കുളത്ത. ഞാൻ അവിടെ ചെന്നപ്പോ തൊട്ടടുത്തെ ഒരു ഹല്ലേലൂയ ദിവാസം പുതിയതായി താമസിക്കാമെന്ന്. എന്റെ മോൾ അവിടുത്തെ ഏജി ചർച്ചിലെ വിശ്വാസിയാ. എന്റെ മോളോട് ചോദിച്ചു, കുടുംബപശ്ചാത്തലം കുറിച്ച് ഹൈന്ദവ മാർഗദർശനത്തിൽ കടന്നു തന്നെ അമ്മ വരുമ്പോൾ ഒന്ന് പരിചയപ്പെടാൻ. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ ആ ദേവദാസിനോട് എന്നോട് പറഞ്ഞു, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്കൊരു നിർബന്ധമുണ്ട്, ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് പോലും എന്നോട് ദൂത് പറയരുത്, കാരണം ശുശ്രൂഷ നിർത്തിയിട്ടിരിക്കുക. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവ് ഈ പകൽക്കാലി ഭവനത്തിൽ കടന്നു വരുവാൻ, ഈ ദേവദാസിയെ കാണുവാൻ എനിക്ക് അവസരം ഒരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഭവനത്തെ അനുഗ്രഹിക്കണം, അവരുടെ ശുശ്രൂഷ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തി. എന്നാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവജനമേ, നിന്റെ ദൈവത്തെ വേണമെങ്കിൽ നീ എത്ര മറച്ചു പിടിച്ചാലും, നീ എത്ര പറയാതിരുന്നാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒന്നും മറവല്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ മറച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു, എന്റേതായ കാര്യമൊന്നും അറിയരുതേ. ആ ദേവദാസി ഹല്ലേലൂയ സ്തോത്രം ഇല്ല പെരുവെള്ളത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ കെട്ടിങ്ങോട്ട് പൊട്ടി വരുന്നത് പോലെ എന്റെ ദൂതിങ്ങോട്ട് പറയുവാൻ തൊക്കണം. എന്റെ ജീവിതത്തിൽ ബാല്യപ്രായം മുതൽ എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, ഈ കാലങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, എന്റെ ശുശ്രൂഷ മേഖലയിലുള്ള പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം എന്നോട് ഇങ്ങോട്ട് പറയുവാൻ. ലാസ്റ്റ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, നീ മനുഷ്യന്റെ മുഖത്ത് നോക്കി എന്റെ വേല ചെയ്യാതെ നീ ഹല്ലേലൂയ സ്തോത്രം നിന്റെ വേല നിർത്തിവെച്ചത് കൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കും. നിന്റെ താലന്ത് എടുത്ത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കും, നിന്റെ മക്കളെ ശിക്ഷിച്ച് നിന്റെ ഭൂമിയിൽ നിന്ന് വെട്ടിക്കളയുമെന്നുള്ള ലാസ്റ്റ് അന്ത്യശ്വാസം എന്നോണം എന്നോട് ദൂത് പറയുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനു മുമ്പ് ഞാൻ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, രക്ഷ വ്യക്തിപരമാ, നിന്നെ 3 വട്ടം മരണത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നത് എന്റെ വേല ചെയ്യുവാനാ. നിന്റെ ഭർത്താവിനെയോ മക്കളെയോ നോക്കിയല്ല നിന്നെ ഞാൻ വിളിച്ചത്. നിന്നെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി രക്ഷ വ്യക്തിപരമായിട്ട് വിളിച്ചിരിക്കുന്ന ഈ സാഹചര്യം പറഞ്ഞ് അവസ്ഥ പറഞ്ഞിരിക്കുവാനല്ല. ഇനിയും നീ എന്റെ വേല ചെയ്തില്ല എങ്കിൽ നിന്നെ ഞാൻ ഭൂമിയിൽ നിന്ന് വെട്ടിക്കളയുമെന്ന്. ഹല്ലേലൂയ. എന്ന എന്റെ മോൻ ഹല്ലേലൂയ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠിച്ച് എഞ്ചിനീയർ പഠിച്ച മോൻ, എന്റെ മോനെ ബാംഗ്ലൂർ ജോലിയായിരുന്നു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ലായിരുന്നു എന്റെ കുറവശം കൊണ്ടാണ് എന്റെ മോന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന്. ആ ദൈവദാസി എപ്പോൾ കാലം ഇത് വെളിപ്പെടുത്തുവാൻ തൊക്കണം ഇടയായിരുന്നു. ഞാൻ പറഞ്ഞൊരു പ്രതികൂലം എനിക്ക് വലിയ ചില്ലുകൊട്ടാരം ഞാൻ കെട്ടിവെച്ചു. എന്റെ മോൻ ജോലിയുടെ പ്രവേശന ഭാരമെല്ലാം തീർന്നു, എന്റെ പ്രശ്നമെല്ലാം തീർന്നു, എന്റെ കഷ്ടപ്പാടെല്ലാം തീർന്നു. ഞാൻ ഹല്ലേലൂയ അവർ എല്ലാ അനുകൂലമുള്ള കമ്പനി, മാതാവിനെ പിതാവിനെ മുഖം വാങ്ങഴിക്കുന്ന വൈഫിനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാം അനുകൂല കമ്പനി. അപ്പോൾ ഞാനോട് തന്നെ ഭാരമെല്ലാം തീർന്നു. എന്നാൽ 8 ദിവസമേ ആ കമ്പനിയിൽ ജോലി ചെയ്യുവാൻ എന്റെ ദൈവം അനുവദിച്ചു. എന്റെ കുഞ്ഞെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്ക് കയറുമ്പോൾ അവനെ ഹല്ലേലൂയ തലയ്ക്കകത്തെ വലിയ ഇരുട്ട് പോലെ വ്യാപിച്ചെന്നെ വിളിച്ചു, അമ്മ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ എനിക്കൊന്നും കാണത്തില്ല, ഈ കമ്പ്യൂട്ടർ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറയും, മോനെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ ദിവാസിനെ വിളിക്കും, പ്രവാചകന്മാരെ ഒത്തിരി പേരെ വിളിച്ചു. ഞങ്ങളുടെ ദിവാസൻ കുറെ പേർ നമ്പർ തരും. അവരാരും പറഞ്ഞില്ല എന്റെ കുറവശം കൊണ്ടാണ് എന്റെ മോനി അവസ്ഥ വന്നതെന്നെ. ഹല്ലേലൂയ സ്തോത്രം. കാരണം എന്താ പറയുക, ദൈവത്തിന്റെ വേലയെ നിർത്തിവെച്ചിട്ട് ദൈവം എന്നിൽ പ്രതീക്ഷിക്കുന്നതെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ട് എന്റേതായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ നിലയിൽ ചില്ലുകൊട്ടാരങ്ങൾ കെട്ടിപ്പിടുന്നപ്പോൾ എന്റെ കർത്താവ് ചില്ലുകൊട്ടാരത്ത് ഒരു കുട്ടി കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. 8ാമത്തെ സന്ധ്യാവേള ഞാൻ വിളിക്കുമ്പോൾ എന്റെ മോൻ പറഞ്ഞു, അമ്മേ ഞാൻ മൈസൂറായി, സർട്ടിഫിക്കറ്റ് എടുത്തില്ല, എന്റെ ഡ്രസ് ഒന്നും എടുത്തില്ല. താൻ എന്ത് ചെയ്തു, കമ്പനിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കേരളത്തിലേക്കുള്ള ബസ്സിൽ കയറി, കോട്ടയത്തൂടെ വരുന്ന ബസ്സാ, അതിൽ കരുതലാകുമ്പോ പിന്നെ ഒരു 50 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം, ഒരു പാക്കറ്റ് പക്കാവടയും മേടിച്ചിട്ട് ബസ്സിൽ കയറിയിരുന്ന് പോരുക. താൻ വയലന്റ് ആയി പോയി. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എനിക്ക് ആകെ ഹല്ലേലൂയ പരിഭ്രാന്തിയായി. രാത്രിയിലാണ് വരുന്നത്, എന്ത് ചെയ്യും ഞാൻ? എപ്പോൾ ഞങ്ങൾ ദേവദാസനെ വിളിച്ചു, എന്നോട് ഭയപ്പെടണ്ട, എന്റെ ദേവദാസന മകളെ കെട്ടിച്ചിരിക്കുന്ന കോട്ടയത്താണ്, എന്റെ മരുമകനോട് പറഞ്ഞു വിടാം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ എന്റെ കുഞ്ഞു വീട്ടിലേക്ക് 3 മാസം അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി. ഹല്ലേലൂയ. ഇതെല്ലാം ഈ ദേവദാസി, ഇത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ദേവദാസി ഇതെല്ലാം വെളിപ്പെടുത്തി, നിന്റെ മകനെ ജോലിയിൽ നിർത്താതെ മടക്കിക്കൊണ്ടുവന്ന് ഞാൻ, നീ എന്റെ വേല ചെയ്യാതെ, നീ എന്നെ അനുസരിക്കാതെ, നീ മനുഷ്യന്റെ മുഖത്ത് നോക്കി പോയത് കൊണ്ട് നിന്റെ മകനെ ഞാൻ അവിടെ നിർത്താതെ മടക്കിക്കൊണ്ടുവന്നത് ഞാനെന്ന് ആ പകൽക്കാലം ദൂത് കേൾപ്പാൻ
തൊക്കണമിടിയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ തന്നെ എന്നെ സമർപ്പിച്ചു കർത്താവേ. ഞാൻ ആ പകൽക്കാലം ദൈവജനമേ ഞാൻ ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ എന്റെ ഭവനത്തിന് ആധാരം ബാങ്കിൽ 2 ലക്ഷം രൂപ കടം. എന്റെ മോൾ ഞാൻ പറഞ്ഞല്ലോ നേഴ്സിംഗ് പഠിക്കുക, അവളുടെ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ഇങ്ങനെ വലിയൊരു പാരിച്ച എന്റെ ഹസ്ബൻഡ് അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ആ പകൽക്കാലം അവിടെ വെച്ച് തീരുമാനമെടുത്തു, കർത്താവേ ഞാൻ ഇന്ന് മുതൽ ഞാൻ ഭൗതികമാകുന്ന വേറൊരു ജോലിക്കും എന്റെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ അവസ്ഥ ഞാൻ ആരോടും പറയത്തില്ല, ആരോടും ഞാൻ 1 രൂപ വായ്പ മേടിക്കത്തില്ല, ആരോടും ഞാൻ ചോദിക്കത്തില്ല. എന്റെ കർത്താവിനെ നടത്തണം. ഇന്ന് മുതൽ എന്റെ കർത്താവിനായി ഞാൻ വേല ചെയ്യാൻ പകൽക്കാലം അവിടെ വെച്ച് തീരുമാനമെടുത്തു. എന്റെ മോളെയും കൊണ്ട് എന്റെ മോനും മൂത്ത മോളും മരുമോനും എന്റെ സ്ഥലത്തിലെ തന്നൊരു സഹോദരിയും സഹോദരമോളും ഞങ്ങളെല്ലാം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ട്രെയിൻ കയറാം എന്നാൽ എനിക്ക് വേണ്ടി ദൈവം ട്രെയിൻ ലേറ്റ് ആക്കി. 3:30 വരെ ട്രെയിൻ അന്ന് 8:30 കഴിഞ്ഞപ്പോഴാണ് വന്നേ. എന്നെ ദൈവം അവിടെ ഇരുത്തി പഠിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ 2 ദൈവദാസിമാർ അല്ലെങ്കിൽ ട്രെയിൻ വരുമ്പോൾ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് ട്രാക്ടർ കൊടുത്ത് ഓടി വരും, ഒരാൾ പുറകിൽ നിന്ന് ട്രാക്ടർ ഓടി 2, 3, 5 മിനിറ്റും ഒക്കെ ട്രെയിനുള്ളൂ. ഓടി നടന്നിട്ട് അവര് ട്രെയിൻ അണച്ചു വന്ന് പ്ലാറ്റ്ഫോമിലൊക്കെ വീഴുക. എനിക്ക് ദൈവവേല ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. ഞാനപ്പോൾ കൗതുകത്തോട് നോക്കി പതിയെ ഞാൻ അവരുടെ അടുത്തേക്ക് ഓരോ ട്രെയിൻ വന്നിച്ചു പോകുമ്പോഴിങ്ങനെ, എന്നിട്ട് പിന്നെ അടുത്ത ട്രെയിൻ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഓടിക്കൊണ്ടേ. അപ്പോൾ ഞാൻ അടുത്തെന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെ? കുമ്പനാട് IPCSലെ വിശ്വാസികളാ? ഹല്ലേലൂയ. ആന്റിമാരോട് പറഞ്ഞു, ഹല്ലേലൂയ ഞങ്ങൾ ഈ കൊടുക്കുന്ന ട്രാക്ടെ ആരെങ്കിലും ഒരാൾ വായിച്ചൊരാത്മാവെങ്കിലും രക്ഷിക്കപ്പെട്ട അവർ രക്ഷയെടുത്ത് കടന്നു വന്ന ഒരാത്മാവിന്റെ വില മുൻലോകത്തക്കൾ വിലമതിക്കുന്നയാകുമ്പോൾ ഹല്ലേലൂയ ചിലപ്പോൾ അവരിത് വായിക്കാതെ വലിച്ചെറിയുമ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ കടന്നു വരുന്ന ആ റെയിൽവേ ട്രാക്കിൽ വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എതിർത്ത് വായിക്കുമ്പോൾ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ തൊക്കണമിടിയായി തീരും. ഞാൻ അവർക്ക് ഇന്ന് കാപ്പിയൊക്കെ വേണ്ടി കുടിക്കുക. ഞാൻ നിർബന്ധനോട് ഇത്ര താല്പര്യത്തോടെ ദൈവത്തിന്റെ ദൈവജനത്തിന് വേണ്ടി കൊടുക്കാനൊക്കെ ചെയ്ത സഹോദര പേരെന്നിന്റെ പേര് കേട്ടപ്പോൾ മനസ്സിലായി ഞാൻ ഹൈന്ദവ മാർഗത്തെ എന്റെ ജീവിതാനുഭവം ഞാൻ അവരോട് പറഞ്ഞു. ഇത്രയും ജീവിതത്തിൽ സാക്ഷിയുള്ള അല്ലെ സിസ്റ്ററെ അടങ്ങിയിരിക്കരുത്, അനേകരം നേടണം. ഞാൻ പറഞ്ഞ സുശേഷകരെ ചെയ്ത വ്യക്തിയാ. എനിക്ക് എന്നാ ചെയ്യണം? ഇന്നലെ ഞാൻ പകൽക്കാലം ദൈവത്തിന്റെ ആലോചന കേട്ടു. എനിക്ക് എന്നാ ചെയ്യണം? എനിക്ക് ഒരു കെട്ട് ട്രാക്ട് അവരുടെ അടുത്ത് കയ്യിൽ തന്നോട് പറഞ്ഞു, ആദ്യം ട്രാക്ട് കൊടുക്കാൻ തുടങ്ങുക. ഞാൻ അട്രാക്റ്റീവായിട്ടാണ് എന്റെ ബാഗ് വെച്ചാണ് കന്യാകുമാരി മെഡിക്കൽ കോളേജിലെല്ലാം പോയിട്ട് തിരിച്ചു വരുന്നത്. അവിടുന്ന് വന്നിട്ട് എന്റെ വീടിന്റെ അടുക്കളപ്പുറത്തെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇത് മത്തിയല്ലോ വിൽക്കാൻ ഞാൻ എന്നാ ചെയ്യണം? കഴിഞ്ഞ കാലത്തെ സുശേഷകര ചെയ്തപ്പോ ഹല്ലേലൂയ ഈ ഞാൻ എനിക്ക് ഒത്തിരി പ്രയറുകളും അനേകം ഭവനങ്ങൾ പോകുവാൻ എവിടുന്ന് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നെല്ല് 10,000 എലി കൊല്ലത്തൊന്നും വരും. ഇതെന്തൊരു ദൂതാന്ന് എന്നോട് ദൈവാത്മാവ് ഞാൻ എടുത്തത് എന്തൊരു ദൂതാ. 3 പ്രാവശ്യം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ ഞങ്ങളുടെ സ്ഥലത്തിലെ അഭിഷേകത്തിനെ വിളിച്ചു, ദിവാസനെ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തേ? ദിവാസം പറഞ്ഞു, പ്രാർത്ഥിച്ച് കൃപയേറ്റെടുക്കെ, തേടി പോകണ്ട, ആത്മാക്കൾ തേടി വരും. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവജനമേ, അല്ലെങ്കിൽ 65 പേരൊക്കെയാണ് ഒരു ചൊവ്വാഴ്ച പ്രയറിൽ എന്റെ ഭവനത്തിൽ കടന്നു വന്ന് വിടുതൽ പ്രാപിച്ചു പോകുന്നത് കാണുവാൻ തൊക്കണം. എന്റെ കൊച്ചു ഭവനത്തിൽ ഇടയില്ലാഞ്ഞിട്ട് ഞാൻ എന്റെ സ്ഥലത്ത് തന്നെ ഒരു ഷെഡ് വെക്കുവാൻ തൊക്കണം. എന്റെ ഭവനത്തിൽ എന്റെ ഹാളിലെ 2 ബെഡ്റൂമിലെ സിറ്റ് ഔട്ടിലെല്ലാം ജനം തിങ്ങിയിരുന്നിട്ടെ. എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, 27 വർഷം കഴിഞ്ഞു പെന്തക്കോസ്തിന്റെ ആരാധന ഞങ്ങളുടെ ദേശത്ത് കടന്നു വന്നിട്ട് ഇന്ന് വരെയും ഒരാലയം അവിടെ ആയിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എന്റെ ഭവനത്തിൽ ഇരിക്കാൻ ഇടയില്ലാതെ വന്നപ്പോൾ ഞാൻ ഹല്ലേലൂയ 2 ലോൺ എടുത്ത് ചെറിയൊരു ഹല്ലേലൂയ ഒരു 100 പേർക്ക് ഇരിക്കാൻ ഹല്ലേലൂയ പറ്റുന്ന ഒരു ഹോള് പണിയുവാൻ തൊക്കണം ഇടയായി തീർന്നു. തറയൊന്നും ഇട്ടിട്ടില്ല, സൈഡൊന്നും പറഞ്ഞ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി. എന്നാൽ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നത്. 27 വർഷമായിട്ട് ഞാൻ ആരെയും കുറ്റം പറയുമല്ല. പേരുകെട്ട ചർച്ചുകളെല്ലാം ഞങ്ങളുടെ ദേശത്ത് കടന്നു വന്നു. ഒരു ചർച്ച് അവിടെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ പ്രതികൂലം വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന്. ഒരു ചർച്ച് പോലും അവിടെ സ്ഥാപിക്കപ്പെടുവാൻ പറ്റാത്തിടത്ത് എന്നെ പോലെ ഒന്നിനും കൊള്ളത്തില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, ഹല്ലേലൂയ പാരമ്പര്യം പറയാനില്ലാത്ത, കുടുംബവും പറയുവാനില്ലാത്ത, കുലമുഖമേ പറയുവാനില്ലാത്ത എന്നെ പോലെ ഒരു വ്യക്തിയെ കൊണ്ട് ഒരു ചെറിയൊരു കോൾ വെക്കുവാൻ എന്റെ കർത്താവ് ഒരവസരത്ത് വർഷം തരാത്ത രഹസ്യം ഹല്ലേലൂയ ഒന്നും പോഴാനില്ല. എല്ലാ പോഴ്ചയും കർത്താവിന് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെയാണ് ചൊവ്വാഴ്ച പ്രാർത്ഥന നടത്തുന്നത്. ഹല്ലേലൂയ. ഡിസംബർ മാസത്തിൽ
ലാസ്റ്റത്തെ ആഴ്ചകാലം എന്റെ പ്രതിഷ്ഠ ചെയ്യുവാൻ ഞങ്ങളുടെ ചർച്ചിലെ പ്രസിഡന്റ് കടന്നത് പ്രതിഷ്ഠിപ്പാൻ തൊക്കണം ദൈവനാമത്തിന് വേണ്ടി പ്രതിഷ്ഠിപ്പാൻ തൊക്കണം വേണ്ടിയായി തീർന്നു. ഈ പകൽക്കാല ദൈവജനമേ പറയട്ടെ, പ്രതിഷ്ഠയ്ക്ക് കടന്നു ദൈവദാസൻ പറയാണ്, ഇവിടെ ഒരു പ്രതിഷ്ഠയ്ക്ക് ആവശ്യമില്ല. കാരണം പ്രതിഷ്ഠയ്ക്ക് മുമ്പേ ദൈവ സാന്നിധ്യത്തോടെ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ദൈവം ഞങ്ങളെ വ്യക്തമായി കാണിച്ചു ദൈവ സാന്നിധ്യത്തോടെ ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രതിഷ്ഠയ്ക്ക് തന്നെ 3 പേരുടെ തീരുമാനമെടുത്തോട് ജലത്താൽ സാക്ഷീകരിപ്പാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കാലം അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയും കർത്താവ് സ്ഥാനത്തിലേക്ക് നയിപ്പാൻ എന്റെ കർത്താവിന് കൃപ നൽകി. കഴിഞ്ഞ വെള്ളിയാഴ്ച കാലം ആ മുസ്ലിം പെൺകുട്ടിയും അതിന്റെ ഹസ്ബൻഡും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹോദരനും കഴിഞ്ഞ വെള്ളിയാഴ്ച കാലം ജലത്താൽ സാക്ഷീകരിപ്പാൻ ദൈവം സഹായിച്ചു. അനേകം ആത്മാക്കളെ രക്ഷകർക്ക് കൊണ്ടുവരുവാൻ, അനേകരെ സാക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ എന്റെ കർത്താവിന് കൃപ നൽകി. ഇന്ന് 2022 സംസാര സഭയ്ക്കെതിരെ, ഭവനങ്ങൾക്കെതിരെ ഹല്ലേലൂയ പ്രതികൂലം കടന്നു വരുന്നു. മാസത്തിൽ 3 ദിവസം വേർതിരിച്ച് ഉപവസിക്കണമെന്ന് ഹല്ലേലൂയ ചർച്ചിൽ പറഞ്ഞിട്ട് അത് നടക്കാതെ വന്നപ്പോൾ 2023 ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രാർത്ഥന മാത്രമേ 7 ദിവസം ഉപവസിപ്പാൻ തൊക്കണം ഇടയായി തീർന്നു. ഞങ്ങളുടെ ചർച്ചിലെ ദൈവദാസനെ പ്രതികൂലം കടന്നു വന്നു. ആ വിഷയത്തിന്റെ അത്ഭുതമായി വിടുതൽ കൊടുത്തു. ഇന്നും താൻ ആയുസ്സോടെ ആരോഗ്യത്തിൽ കഴിഞ്ഞ 20 വർഷമായി ഹല്ലേലൂയ ഞങ്ങളുടെ ചർച്ചിലെ ദൈവദാസനെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചർച്ചിലെ ദൈവദാസനെ അടിച്ച് മുറിവേൽപ്പിച്ചു ആരാധന അവിടെ കൊണ്ട് നിർത്താൻ പ്ലാനിട്ടു. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും എന്റെ കൂടെ 2 സഹോദരിമാരും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വ്യക്തമായി വെളിപ്പാട് കാണിച്ചു. ഹല്ലേലൂയ, ഒരു വെള്ളക്കാറിൽ ഒരു ദേവദാസനും കുടുംബം എന്നോട് പറഞ്ഞു, ഇവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഞാൻ അഭിഷേകത്തിനെ അയക്കുന്നു എന്ന് പറഞ്ഞ് ആ ദേവദാസനാണ് ഇന്നും ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ 20 വർഷമായ കുടുംബമായി ഞങ്ങളുടെ സുവിശേഷ വേല ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അയച്ചിട്ട് ഒരുവൻ വരുമെന്ന് പറഞ്ഞ പോലെ ദൈവം ഒരു ദേവദാസനെ അയച്ചു. ഹല്ലേലൂയ, ആരാധന തകർക്കുവാൻ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളാൽ, നിന്ദകളാൽ, അപമാനങ്ങളാൽ, പഴികളാൽ, ദുഷികളാൽ ഒക്കെയും ജനം തകർക്കുവാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ തകർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ കർത്താവ് ഇന്നുവരെയും നിർത്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ഞാൻ ഹല്ലേലൂയ എന്റെ ജീവിതം അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞുവല്ലോ, സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല, സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചയപ്പാൻ എനിക്ക് 1 രൂപ പോലും ഇല്ലാത്ത ഈ സമയത്തെ 30,000 രൂപ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അല്ലെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഇപ്രകാരം ഞാൻ പറഞ്ഞു. 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായത്തിൽ ആ പ്രവാസിച്ച ഭാര്യയുടെ പക്കൽ പ്രവാചകന്റെ പക്കൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ പക്കൽ ഒന്നുമില്ല. ഞാൻ കർത്താവ് 30,000 രൂപയല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ എന്റെ കർത്താവിന്റെ അതേ എന്റെ ദൈവം വർദ്ധിപ്പിച്ചു തരുന്നവരാ, വർദ്ധനവിന്റെ ദൈവമാ. എന്റെ ദേശം അന്ന് വരെയും കാണാത്തൊരു വിവാഹം, അതിനുശേഷമായ വിവാഹം നടന്നുവെങ്കിൽ അതെന്റെ മകന്റെ വിവാഹം അത്രയും ഗംഭീരമായിട്ട്. കർത്താവ് ആർക്കും കടക്കാരനല്ല. കാരണം എന്റെ കർത്താവിനെ ഞാൻ നിന്നതേ, ദൈവത്തിനായി ഓടിയതിനെ ദൈവനെ മാനിച്ച മാന്യതയാണ്. ഹല്ലേലൂയ, എല്ലാവരും പറഞ്ഞു. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് മദ്യപാനിയ. എന്നാൽ കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, കുടുംബമായിട്ട് ജീവിക്കുന്നവർ കഴിയാത്ത ഒരു മകൾ ഭാഗ്യം. എന്റെ കുഞ്ഞിന്റെ വിവാഹം അനുഗ്രഹമായി നടത്തുവാൻ, എന്റെ മോന്റെ വിവാഹം അപ്രകാരം തന്നെ ദേശം കാണുമാറ് ദൈവം എല്ലാവരും അത്ഭുതം കൂറുമാറ് ദൈവം നടത്തുവാൻ തൊക്കണം ഇടയായി തീർന്നു. കർത്താവ് ആർക്കും കടക്കാരനല്ല. അല്ല, ദൈവം ചോദിക്കും, നിന്റെ പക്കൽ എന്തുണ്ട്? നിന്റെ ഉള്ള അവസ്ഥ പറയാൻ തയ്യാറായാൽ, നിന്റെ ഉള്ള അവസ്ഥ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാൻ തയ്യാറായാൽ അതിനെ വർദ്ധിപ്പിക്കും ദൈവം. എനിക്ക് വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 2022 ദിവസം സംസാരിച്ചു. 23 ഒരാഴ്ചക്കാരെ ഘോഷിക്കും. 24-ആയപ്പോൾ എന്റെ കർത്താവിനോട് മാർച്ച് മാസത്തിൽ ചോദിച്ചു, നിന്നോട് ഘോഷിക്കാൻ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് ഘോഷിച്ചില്ല? മാർച്ച് മാസം മുതൽ എല്ലാ മാസക്കാലം 3 ദിവസം വേർതിരിച്ച് എന്റെ ഭവനത്തിൽ നിങ്ങൾ ഘോഷിപ്പാൻ തുടങ്ങി. ഞങ്ങളുടെ 3 സഹോദരിമാർ മാത്രമായി. എന്നാൽ ഞാൻ തനിയെ ഇരിക്കാനാണ് ആഗ്രഹിച്ചത്. എന്റെ ഒപ്പം സുശേഷിക്കയിൽ നടക്കുന്ന സഹോദരിമാർ ഞങ്ങളും ഇരിക്കുന്നു. അങ്ങനെ 1ാമത്തെ പ്രാർത്ഥന 35 പേരാണ് ഘോഷിപ്പാൻ തൊക്കണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ, ആ പ്രാർത്ഥന ഇന്നുവരെയും നടന്നു വരുന്നു. ആ പ്രാർത്ഥനത്തിന് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഹല്ലേലൂയ ലാസ്റ്റ് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ 2024 ലാസ്റ്റത്തെ ആഴ്ചയിൽ 3 ദിവസം വേർതിരിച്ച് ഉപവസിക്കുമ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ താണ് എന്റെ കർത്താവ് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഇന്ന് ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നു. അന്ന് മുതൽ ഈ കഴിഞ്ഞ ഹല്ലേലൂയ ആഴ്ച വരെയും ചർച്ചിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഞങ്ങൾ കുടുംബമായി ദൈവത്തിന് മഹത്വീകരിപ്പാൻ തൊക്കണം ഇടയായി
കളിയാക്കുന്നു. ഹല്ലേലൂയ. നിന്ദിച്ചവർ, പരിഹസിച്ചവർ, കളിയാക്കുറൊക്കെയും മധ്യത്തിൽ ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ് കടന്നു വന്നപ്പോൾ എല്ലാവർക്കും അതിശയമായി. അല്ലെങ്കിൽ സംഭവിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ പ്രതികൂലത്തിന് കാറ്റാഞ്ഞടിച്ചാലും പ്രശ്നങ്ങൾ ഏറി വന്നാലും കർത്താവ് നമ്മളെ തകർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നമ്മളെ വഴി നടത്തും ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ സുശേഷവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഇനി അന്ന് മുതൽ തീരുമാനമെടുത്തു. പിന്നെ ഞാൻ ഞാൻ റാന്നിയിൽ ചെന്ന് ട്രാക്ട് എടുത്തുകൊണ്ട് വരും. ഞാൻ ഓരോ വണ്ടിക്കൂലി ഉണ്ടെങ്കിൽ ദൂരോട്ട് പോകും, വണ്ടിക്കൂലി ഇല്ലെങ്കിൽ അടുത്ത പ്രദേശത്തൊക്കെ ട്രാക്ട്. ഞങ്ങളുടെ എരുമേലിയിൽ 2-3 വാർഡ് ഫുള്ള് ഞാൻ ട്രാക്ട് കൊടുത്ത് കയറി ഇറങ്ങി നടക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഞാനിപ്പോ ഈ സാക്ഷി പറയുന്നത് ഖനോപ്പലം എന്ന പ്രദേശത്തിൽ ഭവനത്തിലിരുന്ന ഈ ദേശത്ത് ഞാൻ അനേകം ഭവനങ്ങൾ കയറി ട്രാക്ട് കൊടുത്ത് അതുകൊണ്ടാണ് ഈ പകൽക്കാലം ഈ ഭവനത്തിൽ വരുന്നത്. ദൈവത്തെ ഉയർത്തുവാൻ കാരണം ഈ ഭവനത്തിൽ ഞാൻ ഈ ദേശത്ത് കടന്നു വന്നിട്ട് ലാസ്റ്റ് ഇവിടം കൊണ്ടാണ് ഞാൻ ട്രാക്ട് കൊടുത്ത് നിർത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കാര്യങ്ങൾ ഞാൻ ആരോടും പറയത്തില്ല. എനിക്ക് ഭവനത്തിൽ സാധനങ്ങൾ മേടിച്ച് പണം കൊടുക്കാനില്ലാതെ ഞാൻ ദൈവത്തോട് നിലവിളിച്ച് ഭയങ്കര മഴയാ. ഞാൻ രാവിലെ ഒരു ചെറിയൊരു കുപ്പിക്കകത്ത് വെള്ളം എടുക്കും, ആ വെള്ളം തീരുന്നിടം വരെ കുടിക്കും. അത് കഴിയുമ്പോൾ തൊണ്ട പൊട്ടുമ്പോൾ ഞാൻ ദൈവത്തോട്, കർത്താവേ എന്റെ തൊണ്ട വരണ്ട് പൊട്ടും, ഒരിറ്റ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നല്ലത്. അപ്പോൾ അടുത്തില്ലെന്നത് ഏതെങ്കിലും വിശ്വാസവനമായിരിക്കും, അവരെനിക്ക് കുടിക്കാൻ തരും. വീട്ടിൽ വന്ന ഭക്ഷിക്കുന്ന അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ നടന്ന് ട്രാക്ട് കൊടുക്കാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ അല്ലെങ്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ദൈവം ആരെങ്കിലും അയക്കും, അല്ല അവരെനിക്ക് വണ്ടിക്കൂലി. അങ്ങനെ ഞാൻ തിരിച്ചു ഭവനങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒത്തിരി അനുഭവം. അല്ലെങ്കിൽ എന്റെ മൂത്ത മോനും പ്രതികൂലത്തിന് പിതാവിന്റെ പ്രതികൂലത്തിൽ എന്നാൽ എന്റെ ഇളയ മോള വളർന്നു വന്നപ്പോൾ പിതാവ് മദ്യപാനം ഒക്കെ കുറയ്ക്കും, പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ മദ്യപാനം കുറെ അത്രയും പ്രതികൂലം. എന്നാൽ എന്റെ ഇളയ മോളെ പണിതെടുക്കണമെങ്കിൽ ഞാൻ സുശേഷ വേലയ്ക്ക് ഞാൻ സുശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എന്റെ കുഞ്ഞ് BSc നഴ്സിംഗ് പഠിക്കുകയാണ്. അവൾക്ക് ഫീസ് അടയ്ക്കുവാൻ ഹോസ്റ്റൽ ഫീസ് ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല. എന്റെ മോളെന്നോട് അമ്മേ ഫീസ് അടയ്ക്കണം, കോളേജിൽ നിന്ന് പറഞ്ഞ് ഫീസ് അടയ്ക്കണം, ഹോസ്റ്റൽ ഫീസ്. ഞാൻ പറഞ്ഞു നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്. എന്റെ കുഞ്ഞു പലപ്പോഴും നിലവിളിച്ച് പ്രാർത്ഥിക്കും. എന്റെ കുഞ്ഞു പറയും, ചേച്ചി ചേട്ടനും ഒക്കെ പഠിച്ചപ്പോഴത്തേനെ അമ്മ അവർക്ക് എല്ലാവരുടെ കാര്യം എന്റെ കാര്യം നോക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ പറഞ്ഞ സ്വർഗത്തിൽ അപ്പനോട് ചോദിര്, എന്റെ കുഞ്ഞാരോടെങ്കിലും ഒക്കെ ഫീസ് വിളിച്ചു. ഞാൻ എന്നാലും ആരോടും ചോദിക്കത്തില്ല, ആരോടൊക്കെ വിളിച്ചു ചോദിച്ച് അവൻ ഫീസ് അടയ്ക്കും. ഇങ്ങനെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിലവിളിക്കും, കർത്താവേ ഞാനേ ഹല്ലേലൂയ എനിക്ക് പിന്മാറിക്കൂടാ, ഞാൻ എടുത്ത തീരുമാനത്തിന് എനിക്ക് മടങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ദൈവം ആരെങ്കിലും അവിടെ എഴുന്നേൽപ്പിച്ച് എന്റെ കുഞ്ഞിനെ ഫീസ് അടയ്ക്കുവാനായിട്ട്. ഇവൻ തക്ക സമയം രാജസ്ഥാനാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. ഹല്ലേലൂയ എന്റെ ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോകാനായിട്ട്, ഫീസ് അടയ്ക്കാനായിട്ട് അവളെ അവിടെ കൊടുത്തി പഠിച്ചവരൊക്കെയും സഹായിച്ച് അവൾ കുറച്ച് ഫീസ് അടച്ചു. എന്നിട്ട് പരീക്ഷ എഴുതാൻ പറഞ്ഞപ്പോൾ അവിടെ എന്റെ മോളെ രാത്രിയിൽ പോകാനെല്ലാം പായ്ക്ക് ചെയ്യുക. കാരണം ഹൃദയം പൊട്ടി ഞാൻ കട്ടിലെ കിടക്കാൻ എന്റെ കുഞ്ഞിന്റെ കൈ കൊടുത്തു വിടാൻ എന്റെ 5 പൈസ ഇല്ല. അതെന്റെ മോക്ക് അറിയത്തില്ല, എന്റെ പൈസ ഒന്നുമില്ലെന്ന് ഞാൻ എന്റെ മോളോട് പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ച എന്റെ കുഞ്ഞ് എല്ലാം പായ്ക്ക് ചെയ്തപ്പോ രാവിലെ 6 മണിയാകുമ്പോ പോകണം കൊടുക്കാൻ എന്റെ 5 പൈസയില്ല. ഞാൻ ദൈവത്തോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവജനമേ അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് ID കാർഡ് കാണാനില്ല. അവൾ കാർഡെല്ലാം തപ്പാൻ തുടങ്ങിയിട്ട് അവിടെ ഹല്ലേലൂയ അലമാരി എല്ലാം തപ്പി ബാഗ് പാക്ക് ചെയ്ത് മൊത്തം വെളിയിലെടുത്തിട്ട് എങ്ങും കാണാനില്ല. അപ്പോൾ ഞാൻ അതുവരെ എഴുന്നേക്കാതെ ഞാൻ എഴുന്നേറ്റ് വീണ്ടും അലമാരി തപ്പാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവളത്തെ പലവട്ടം അലമാരി മൊത്തം എല്ലാം വാരിയിട്ട് തപ്പിയതാ. എന്നാൽ ഞാൻ അലമാരി തപ്പുമ്പോൾ ഒരു പേഴ്സിനകത്ത് ഒരു 2500 രൂപ അവിടെ ഇരിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്റെ കയ്യിൽ ആ പൈസ കിട്ടി ഞാൻ അതെടുത്ത് വെച്ചത്. ഞാൻ പ്രാർത്ഥിച്ച് നിലവിളിക്കുമ്പോ എന്റെ കുഞ്ഞ ഫയല് കുടഞ്ഞിടുമ്പോൾ അതിനകത്ത് ID കാർഡ് താഴെ വീണു. അവൾ പലവട്ടം ഫയല് പരിശോധിച്ചത്, അതിനകത്തൊന്നുമില്ല. എല്ലായിടും ആ പൈസ എന്റെ കയ്യിൽ കിട്ടാൻ എന്റെ കുഞ്ഞിന്റെ ID കാർഡ് കാണാതെ മാറ്റി വെച്ചിരുന്നു. ID കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഈ പൈസ അതെങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ പൈസ 2500 എടുത്തിന് മോളെ കൈ കൊടുത്തിട്ട് ഇത് കർത്താവ് തന്നതാ, ഇത് തരാൻ വേണ്ടിട്ട് അതിന്റെ ID കാർഡ് ദൈവം മാറ്റി വെച്ചത്. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഞാൻ വണ്ടിക്കൂലിയില്ലാതെ പോകുമ്പോൾ അന്നേരം ആരെങ്കിലും കൊണ്ടുവന്ന് എന്റെ കയ്യിലേക്ക് പൈസ വെച്ച് തരും. എനിക്ക് ഹല്ലേലൂയ ആവശ്യങ്ങളെല്ലാം എന്റെ ദൈവം അങ്ങനെ നടത്തും. എന്റെ ഫോൺ ചാർജ് ചെയ്യുന്നത് പലപ്പോഴും എന്റെ മരുമകൻ ഫോൺ ചാർജ് ചെയ്യും. ഒരു പ്രാവശ്യം എനിക്ക് 6 മാസത്തിൽ ഫോൺ സുശേഷം എനിക്ക് വേണ്ടി ഇറങ്ങിയത് ആരാ ചാർജ് ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല.
6 മാസത്തേക്ക് എന്റെ ഫോൺ റീചാർജ് ചെയ്ത് ആരുമോ റീചാർജ് അവരറിയാതെ ചെയ്താണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. 6 മാസം സുശേഷനെ എന്റെ ഫോൺ റീചാർജ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട്. എന്റെ കർത്താവ് അങ്ങനെ എല്ലാം എന്നെ നടത്തി ദൈവത്തിനായി ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്റെ കർത്താവ് ഇന്നലെ സ്ഥിതിയെല്ലാം മാറ്റി, എന്റെ നിലയെല്ലാം മാറ്റി. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ എന്റെ കുഞ്ഞിന് ഒരു പീസ് അടയ്ക്കാനില്ലാത്ത സ്ഥാനത്തെ എന്റെ കുഞ്ഞിന്റെ പീസ് പൂർണ്ണമായിട്ടും അടച്ചിട്ട് അവളോടൊപ്പം പഠിക്കുന്ന കുഞ്ഞിന്റെ കുറച്ച് പീസും കൂടെ അടയ്ക്കുക എന്റെ കർത്താവിനെ കൃപ നൽകി. ഹല്ലേലൂയ. എന്റെ കർത്താവ് ശക്തനാണ്. ആ ദൈവത്തെ വിശ്വസിക്കുക. കർത്താവ് ഒരു നാളും അനാഥനായി വിടുകയില്ല. പലപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എനിക്ക് വയ്യ, കർത്താവ് എനിക്ക് ഈ പ്രതികൂലത്തെ സഹിക്കാൻ വയ്യ, കർത്താവ് എന്റെ പ്രാണേരിയാവ് പ്രാർത്ഥിച്ചു, എന്റെ പ്രാണനെ അങ്ങ് വിളിച്ചു കൊള്ളണം, എന്റെ പ്രാണനെ നീ എടുക്കണമേ എന്ന് പറഞ്ഞ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച സ്ഥാനത്ത് ഇന്നെന്റെ കർത്താവൻ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ എന്റെ കർത്താവിന്റെ വേല ചെയ്യുക. അനേക സ്ഥലങ്ങൾ കടന്നുപോയി പ്രാർത്ഥിപ്പാം. ഹല്ലേലൂയ. ബോംബെ പോയി, ബാംഗ്ലൂർ പോയി, ബോംബെയിലൊക്കെ പോയി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ എന്റെ ദൈവാത്മാവ് കാണിച്ചു ഞാൻ ബോംബെക്ക് പോകുന്നത്. എനിക്ക് ഭാഷ അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 7ാം ക്ലാസ് വരെ പഠിത്തമുള്ളൂ. 7ാം ക്ലാസ് വരെ പഠിത്തത്തിന്റെ ഉള്ള അവസ്ഥ പറഞ്ഞു. എനിക്ക് മലയാളം വായിക്കാനല്ല അറിയത്തില്ലാത്ത വ്യക്തിയാ. എന്നെ കർത്താവിനെ ബോംബെക്ക് അയച്ചപ്പോ എന്റെ ദൈവം വെളിപ്പാട് കാണിച്ചു. ഞാൻ എന്റെ കർത്താവിനെ എനിക്ക് അവിശ്വസിക്കുന്ന ഇഷ്ടമല്ല. എന്റെ കുഞ്ഞുങ്ങൾ പോലും ചോദിച്ചു അമ്മ എങ്ങനെ പോകും, അതിനൊക്കെ എനിക്ക് പരിചയമില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കർത്താവിനെ അയച്ചോ. ഞാൻ ഇന്നുവരെയും പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ സ്ഥലം, കേരളത്തിലുള്ള സ്ഥലങ്ങളൊക്കെ പോകും. എന്റെ ഹോളിൽ കൂടി വിളിച്ചു പ്രാർത്ഥിക്കും, ഒരു സൗഖ്യം കിട്ടും, അവർ വിളിക്കും. ഞങ്ങൾ പരസ്പരം കാണത്തില്ല. ഇന്ന സ്ഥലത്ത് വരാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ 1 മിനിറ്റ് പോലും അവിടെ നിർത്താതെ കടന്നു വരും. അവിടെ വരുമ്പോഴാണ് പരസ്പരം ഞങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് എന്റെ ശുശ്രൂഷ. ബോംബെയിലും അങ്ങനെ തന്നെയാണ് കടന്നുപോയത്. അവിടെ ചെന്ന് എന്റെ കർത്താവ് എന്നെ വെളിപ്പാട് കാണിച്ചോ. താനെ എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ചെല്ലിറങ്ങണമെങ്കിൽ പെനുവേലായപ്പോൾ എന്നെ കാണിച്ച വെളിപ്പാട് പോലെ റെയിൽവേ ട്രാക്കിൽ ആൾക്കാർ നിൽക്കുന്നത് കാണുവാൻ തൊക്കണം ഇരിക്കുന്നു. കർത്താവ് അയച്ച ദൈവം നമ്മോട് കൂടെ. പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിൽ പറയുന്ന വചനം, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, സമാധാനം ഞാൻ നിനക്ക് നൽകും. അതെ, കർത്താവ് 2024 എന്നോട് സംസാരിച്ചു. 2025 പ്രാരംഭയാഴ്ച കാലം എന്നോട് സംസാരിച്ചു. എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു. ഇന്ന് എനിക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഹോവയെ സേവിക്കുന്നു പറയത്തോണം. ദൈവത്തിന്റെ കാര്യം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ ഏറി വന്നപ്പോൾ തകർന്ന ഹല്ലേലൂയ സ്തോത്രം എനിക്ക് എന്റെ ഭവനമെതിരായി, എന്റെ ചാർച്ചക്കാരെതിരായിരുന്നു, എന്റെ ബന്ധുമിത്രാരെതിരായിരുന്നു, എന്റെ പിന്നെ പിതാവിന്റെ ജ്യേഷ്ഠം, എന്റെ മകൻ പലപ്പോഴും എന്നെ അസഭ്യവാക്കുകളാണ് അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കെല്ലാം ചെയ്ത സഹോദരൻ ഇന്ന് IPCയുടെ ദൈവദാസനാണ്. ഇന്ന് ആത്മാക്കളെ നേടുന്നു. അതുപോലെ തന്നെ എന്നെ കളിയാക്കി നിന്ദിച്ചവർ അനേകർ കർത്താവിലേക്കായി, അനേകരെ ദൈവത്തെ അറിയുവാൻ, അനേകർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അനേകർ ദൈവത്തെ നേടുവാനായി കർത്താവ് സഹായിക്കുന്നു. കുടുംബമായി വന്നിട്ടല്ല ദൈവജനമേ ദൈവത്തിന് വേല ചെയ്തത്. എന്റെ ഭർത്താവ് പൂർണ്ണമായും ദൈവത്തിനെ കടന്നു വന്നിട്ട് അല്ലെങ്കിൽ 2 മാസമായതേ ഉള്ളൂ. 27 വർഷത്തിൽ അല്ലെങ്കിൽ സ്തോത്രം സുശേഷ വേല ചെയ്തത്. ഒത്തിരി പ്രതികൂലങ്ങൾ എന്റെ ഭവനത്തിൽ ആരും പാസ്റ്റർമാരില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ഭർത്താവിന്റെ ഭവനത്തിൽ പാസ്റ്റർമാരില്ല. എന്നാൽ ആദ്യ ഫലം എന്നോണം എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഞാൻ നിന്നതല്ല, എന്റെ കർത്താവിനെ നിർത്തിയതാണ്. ദൈവത്തിന്റെ വചനമായി അനേക സ്ഥലങ്ങളിൽ വചനത്തിന്റെ വല്ലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എന്നാൽ വചനം ശുശ്രൂഷിക്കുമ്പോൾ അനേകർ ചോദിക്കുന്നു ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചതെന്ന്. അല്ല, ഒരു ബൈബിൾ കോളേജിലും പഠിച്ചിട്ടില്ല കേട്ടോ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതാ എന്നെ. ഹല്ലേലൂയ. കർത്താവ് പഠിപ്പിച്ച വചനമാ ശുശ്രൂഷിക്കുന്ന. ഹല്ലേലൂയ. ഒരു വചനമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിന്റെ ആഴങ്ങൾ ഇറക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയം. കർത്താവേ, ഇന്നലെയും ഞാൻ ഒരു ഭവനത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പ്രിയ സഹോദരിമാരോട് ചോദിച്ചു, എനിക്ക് തന്നെ അതിശയമാ ഈ വചനത്തിൽ ഇങ്ങനെയെല്ലാം ആത്മീയ സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പകൽക്കാലം പഠിക്കുന്നവരൊന്നും ഞാൻ എതിര് പറയുമല്ല. എത്ര വലിയ തിയോളജി പഠിച്ചാലും, എത്ര വലിയ ബൈബിൾ കോളേജിൽ പഠിച്ചാലും
പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നതും അല്ല പഠിക്കുന്നതും വ്യത്യാസമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാ എന്റെ കർത്താവ് അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ പോഴുവാനൊന്നുമില്ല, എന്തെങ്കിലും പോഴുവാട്ട് കർത്താവുകൾ മാത്രമേ പോഴുവാനുള്ളൂ. ഹല്ലേലൂയ. ദൈവിക കൃപയും കൃപാവരങ്ങളും ഏറ്റെടുത്ത നാളുകളായി ഓടുവാൻ, കർത്താവിനെ ജീവിപ്പാൻ, കർത്താവിനായി ഹല്ലേലൂയ ഇനിയുള്ള ശേഷകാലം ദൈവത്തിനായി ഓടുവാനൊക്കെയും എന്റെ കർത്താവ് ഹല്ലേലൂയ സഹായിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഇളയ മോൾ ദൈവം പണിതെടുത്തു. അതുകൊണ്ട് എന്ത് ഹല്ലേലൂയ ദൈവ കൃപയേറ്റുള്ള ഒരു പ്രവാചികയായി ദൈവം അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. പ്രവചനയാത്മാവിനാൽ ദൈവം നിറച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ അല്ല വിദ്യാഭ്യാസത്തിന് ഫീസ് അടയ്ക്കാൻ പണമില്ലാതെ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ ഏറി വന്നപ്പോൾ, കഷ്ടതയേറി വന്നപ്പോൾ എന്റെ കുഞ്ഞു ദൈവമായിട്ട് അടുക്കുവാൻ തൊക്കെ ഇടിയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലെ അമ്മയാ, സ്വർഗത്തിൽ നിനക്ക് അപ്പനും അമ്മയുമായി ദൈവമുണ്ട്. ആ കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞു. അവൾ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി. അവളൊരു പ്രവാചിയാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. ശുശ്രൂഷകളെ കർത്താവ് കരങ്ങൾ കൊടുത്തു. ഇപ്പോൾ പ്രാർത്ഥിച്ച് എന്നോടൊന്നും പറയാറില്ല, എന്നോട് പ്രാർത്ഥനാ വിഷയം ഒന്നും പറയാം. അവൾ തന്നെ പ്രാർത്ഥിച്ച് മേടിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഹല്ലേലൂയ നമ്മളെ ആവശ്യമുണ്ട്. കർത്താവിലേക്ക് ഇറങ്ങുവാൻ നീ തയ്യാറായാൽ ഈ പകൽക്കാലം ശബ്ദം ശ്രവിക്കുന്ന സഹോദരിയെ, നിന്റെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയോ ഹല്ലേലൂയ മദ്യപാനിയായതുകൊണ്ട് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ലെന്ന് പറയരുതേ. മുഴുവൻ മദ്യപാനിയുടെ ഭാര്യയായിരുന്നു ഞാന്. ഹല്ലേലൂയ. ഒരു ദേശം മൊത്തം എനിക്കെതിരായിരുന്നു, ബന്ധുമിത്രാർ ശാസ്ത്രക്കാർ സകലരും എതിരായിരുന്നു. എന്നാൽ കർത്താവിനായി നിൽക്കുവാൻ കർത്താവിന്റെ വഴികളിലേക്ക് നീ കയറാൻ തയ്യാറായ, കർത്താവിനുള്ള കരത്തിലേക്ക് നീ കയറാൻ തയ്യാറായ നീ എന്ന വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുള്ള ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. അനേക സ്ഥലങ്ങൾ പോയി പരസ്യങ്ങൾ നടത്തും, ട്രാക്റ്റുകൾ കൊടുത്തു, അനേകം ആത്മാക്കൾ നേടുവാനും ഹല്ലേലൂയ കൺവെൻഷൻ സ്ഥലങ്ങളൊക്കെയും സാക്ഷി പറയാനൊക്കെയും എന്റെ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തരുന്നു. ദൈവം ഇന്നും വിശ്വസ്തനാണ്. കർത്താവ് ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ എന്റെ ദൈവം എന്നോട് പ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ സ്വതന്ത്രം നിനക്ക് മുമ്പായി ഞാൻ എന്റെ നിയമദൂതനെ അയക്കും. ഈ നിയമദൂതൻ ആരാണ്? കർത്താവ്. അല്ല, അതുപോലെ തന്നെയാണ് കർത്താവ് നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പായി ഞാൻ കടന്നു പോകുന്ന മേലൊക്കെയും കർത്താവ് അവന്റെ ദൂതന്മാരെ ദുർഘടനയോട് വെട്ടിനിരത്തിക്കൊണ്ട് കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ചാരിയൊരു പ്രദേശത്തെ ഒരു പ്രവർത്തനം, ചൊവ്വാഴ്ച പ്രാർത്ഥന പോലെ തന്നെ ഒരു ഭവനത്തിൽ പ്രവർത്തനം തുടങ്ങുവാൻ ദൈവം അവസരം ഒരുക്കി. അവിടെയും ഹല്ലേലൂയ ഇപ്പോൾ 2025 ജനുവരി മാസം ആദ്യത്തെ തിങ്കളാഴ്ച മുതൽ എല്ലാ തിങ്കളാഴ്ചയും അവിടെ ഒരു പ്രേ സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അവിടെയും ആത്മാക്കൾ കടന്നു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ദൈവിക പ്രവൃത്തി കർത്താവ് ഈ നാളുകളായും പ്രകാരം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ എന്നെയും ഹല്ലേലൂയ ഓർത്തെല്ലാവരും പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ, എന്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഈ പകൽക്കാലം എല്ലാവർക്കും ശബ്ദം കേട്ട എല്ലാ ദൈവജനത്തോടും ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. എത്രത്തോളം സമയം ഹല്ലേലൂയ എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ ആന്റിക്കും ക്രിസ്തുവിന്റെ നന്ദി മന്ദിരത്തെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ എന്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി അനുഭവങ്ങളാ എന്റെ ജീവിതത്തിലുള്ളത്. ഇതിനിടയ്ക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇതിനിടയ്ക്ക് ഹല്ലേലൂയ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ബാല്യപ്രായത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറഞ്ഞൊരു പെന്തക്കോസ്ത് ഹല്ലേലൂയ മിഷന്റെ ചർച്ച ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്തുണ്ട്. അവിടെ കടന്നു എന്ന് ഞാൻ പലപ്പോഴും ബഹളം വെച്ച് ഞങ്ങൾ കൂട്ടുകൂടി അവർക്ക് ഹല്ലേലൂയ സ്വൈര്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഞാൻ പെന്തക്കോസ്തിൽ പോകണം, കപ്പയും മിരുതിലൊക്കെ പാട്ടൊക്കെ എന്റെ കൂടുതൽ കൂട്ടുകാർ ഞാനും ഏറ്റുപാടും. അവരെല്ലാം ലീഡർ ഞാനാ. അന്ന് ആ ദേവദാസൻ ഇറങ്ങി വന്ന് കല്ല് പിറക്കി എറിഞ്ഞു പിടിച്ച പകൽക്കാലം ഞാൻ പറയട്ടെ, ദേവദാസനും അല്ലെങ്കിൽ ദൈവജനം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കാണും ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ദൈവം തൊടണമെന്ന്. അന്ന് എന്റെ കർത്താവ് എന്നെ കണ്ടതുകൊണ്ടാ, എന്റെ ദൈവം എന്നെ തൊട്ടത് കൊണ്ടാ ഈ പകൽക്കാലം ഒരു സാക്ഷിയിരിപ്പാൻ തൊക്കണം ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ അനേകം ആത്മാക്കൾ ദൈവത്തിനായി നേടുവാൻ 3 വട്ടം മരണം രുചിച്ചെറിഞ്ഞ വ്യക്തി മരിച്ചു പോകേണ്ട സ്ഥാനത്തെ, ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോകേണ്ട സ്ഥാനത്തെ എന്നെ മരണത്തിന്റെ കർത്താവിനെ മടക്കി വരുത്തിയത് എനിക്ക് വ്യക്തമായി അറിയാം.
ഹല്ലേലൂയ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമുണ്ടെങ്കിൽ പിറുപിറുക്കരുതേ. ഞാൻ പലപ്പോഴും പിറുപിറുത്ത വ്യക്തിയാ. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം കയറി വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോണം, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. കാരണം നിന്നെ കൊണ്ട് അനേകരെ നേടിയെടുക്കാനുണ്ട്. എന്നെ തീച്ചുടയിൽ കൂടി പണിതെടുക്കുന്ന പോലെ ദൈവം പണിതെടുത്തത്. രാവും പകലും കണ്ണുനീർ എനിക്ക് ആഹാരമായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ പലവട്ടം ഞാൻ ഹല്ലേലൂയ എന്റെ എന്റെ മാതാവും പിതാവും വാക്കത്തി കോടാലി പിച്ചാത്തിയൊക്കെ അടുത്തുള്ള പറമ്പുകളിലൊക്കെ കൊണ്ടുപോയി അത് പാത്തു വെക്കും മോൻ വരുമ്പോഴത്തേന്. കാരണം വയലന്റ് ആയിട്ട് മദ്യപിച്ച് പറഞ്ഞല്ലോ, മദ്യപിച്ച് വയലന്റ് ആയിട്ട്. എന്നാൽ ഇതിനിടയ്ക്ക് എന്റെ ഹസ്ബൻഡ് മദ്യപാനത്തെ കുറയ്ക്കാൻ ഒരു കാരണങ്ങളുണ്ട്. അത് പറയുവാൻ ഞാൻ വിട്ടുപോയി. ഞാൻ പര്യവസാനിക്കും അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട സാക്ഷി. വളരെ 7 വർഷത്തിന് മുമ്പേ എന്റെ ഹസ്ബൻഡ് രോഗമുണ്ടായി, മഞ്ഞപ്പിത്തം, എലിപ്പനി. ഇത് രണ്ടും കൂടെ വന്നിട്ട് അതിനു മുമ്പ് തന്നെ മൂലമറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ലിവർ ഇല്ലതായിരുന്നു. മദ്യപിച്ച് ലിവർ ഇല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരുന്നു. എന്നാൽ ഈ മഞ്ഞപ്പിത്തം, എലിപ്പനി വന്ന് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറഞ്ഞു പോയിട്ട് തന്നെ കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. തന്നെ തലച്ചോറുള്ള ഞരമ്പിന്റെ പ്രവർത്തനം പോയി. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് എന്നിട്ട് തൻസുബോധം നഷ്ടപ്പെട്ടവനായി. മഞ്ഞപ്പിത്തം, എലിപ്പനി, ലിവർ തീർന്നു, 2 കിഡ്നിയും പോയി, തലച്ചോറുള്ള പ്രവർത്തനം, ഹാർട്ട് ബീറ്റ് നിന്നു, എല്ലാ ശരീരത്തിലുള്ള എല്ലാ ഉപയോഗങ്ങളും അല്ലെങ്കിൽ നിന്നുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ ഹല്ലേലൂയ അവർ പറഞ്ഞു 8 മണിക്കുള്ളിൽ ആള് മരിക്കും. ആള് മരിച്ചു, എമർജൻസി ഡയാലിസിസ് ചെയ്യണം. ഒറ്റ ടെസ്റ്റിന് 3000-4000 രൂപ. ആകെ 5000 രൂപയും കൊണ്ട് പോയ ഞാനും എന്റെ മരുമകനും കൂടെ അവിടെ പോകുന്നത്. ഹല്ലേലൂയ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ മദ്യപിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ ഒരു ആനുകൂല്യങ്ങളും തരത്തില്ല. ഞാൻ എന്റെ ഉള്ള അവസ്ഥ ഡോക്ടറോട് നിൽക്കുന്ന, ഡോക്ടറെ എനിക്ക് ആരും സഹായത്തിനില്ല. ഞാൻ പറഞ്ഞില്ല, വിശ്വാസം ഇറങ്ങിയതുകൊണ്ട് എന്നെ എല്ലാവരും തള്ളി. എന്റെ വീട്ടുകാര്, എനിക്ക് അപ്പനില്ല, എന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പം 20 വർഷത്തോളമായി എന്റെ അമ്മ മരിച്ചുപോയി. അമ്മയുണ്ടെങ്കിലും അമ്മയെ കൊണ്ടൊന്നും ചെയ്യും. കാരണം ഞാൻ പറഞ്ഞ ചെറുപ്രായം മുതൽ മറ്റുള്ളവരുടെ അടുക്കള പണി ചെയ്താണ് ഞാൻ ജീവിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഞാൻ ഡോക്ടറിന്റെ കാല് പിടിച്ച് എന്നെ ഉള്ള അവസ്ഥ കേട്ടപ്പോൾ ഡോക്ടറെ എനിക്ക് ചികിത്സാ കാർഡിന്റെ ആനുകൂല്യങ്ങൾക്ക് എഴുതി തന്നു. എമർജൻസി ഡയാലിസിസ് ചെയ്തു. ഹല്ലേലൂയ ഡയാലിസിസ് ചെയ്ത സൂചിയുടെ വിടവിൽ കൂടി ബ്ലീഡിംഗ് ഉണ്ടായി. തനിക്ക് ഹല്ലേലൂയ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് ഒരു ബ്ലഡ് കട്ട ബ്ലഡാ. ഹല്ലേലൂയ ഡോക്ടർമാർ വിധി എഴുതി മരിച്ചു എന്ന്. 7 ദിവസം താൻ ഈ ലോകം വിട്ട് കിടന്നു. എന്നാൽ അന്ന് മരിച്ചിരുന്ന ലോകം വിധി എഴുതാനുമായിരുന്നു. എന്റെ ഹസ്ബൻഡിനെ ഞാൻ കൊന്നേ. കാരണം അതുപോലെ ഒത്തിരി അപവാദങ്ങൾ കേട്ട വ്യക്തിയാ, ഒത്തിരി നിന്ദകൾ കേട്ട വ്യക്തിയാണ്. ഒത്തിരി ദേശവും ചർച്ചക്കാരും ബന്ധുത്രാതും എല്ലാം എന്നെ കേൾക്കുകയും കേൾക്കാതെയും എന്നെ ഒത്തിരി മുദ്ര കുത്തിയ വ്യക്തിയാ. അപ്പോഴൊക്കെ ദൈവത്തിന് നിലവിളിച്ച് കർത്താവേ ജീവനിലേക്ക് മടക്കിക്കൊണ്ട് ഡോക്ടർമാർ വിധി എഴുതി. എനിക്ക് ഭക്ഷണം കൊടുക്കുന്ന ട്യൂബിൽ കൂടിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഓക്സിജനുകളെല്ലാം ഇങ്ങനെ സീരിയസ് ആയി കിടന്ന് 7ാമത്തെ ദിവസം എന്റെ കർത്താവ് രോഗിടേക്കിലേക്ക് ഇറങ്ങി വന്നേ. തനിക്ക് സൗഖ്യം കൊടുത്തു. 2 കിഡ്നി പോയ എന്റെ ഹസ്ബൻഡിനെ ഒറ്റ ഡയാലിസിസ് കൊണ്ട് 2 കിഡ്നി പ്രവർത്തനം ദൈവം മടക്കി. ഡോക്ടർമാർ മരണം വിധി എഴുതിയത്. ഹല്ലേലൂയ സ്തോത്രം. ഹാർട്ട് ബീറ്റ് നിന്ന വ്യക്തിയാ. തലച്ചോറിലൊക്കെ ഞരമ്പിന്റെ പ്രവർത്തനം നിന്നു പോയതാ. ലിവർ എനിക്കില്ല, മഞ്ഞപ്പിത്തം, എലിപ്പനി, എല്ലാം രോഗങ്ങളുമുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മൊത്തം നിന്നുപോയ ആ വ്യക്തിക്ക് 7ാം ദിവസം ജീവിതത്തിലേക്ക് ദൈവം മടക്കി വരുത്തി. ഹല്ലേലൂയ. എന്നിട്ടും ഡോക്ടർമാർ വിധി എഴുതി 6 മാസം മനുഷ്യൻ ജീവിക്കും. ഹല്ലേലൂയ. ഇതിനിപ്പുറം മദ്യപിക്കുവോ പുകവലിക്കുവോ എന്തെങ്കിലും ചെയ്താൽ താൻ മരിച്ചു പോകും. അവർ ഹല്ലേലൂയ എല്ലാം നമുക്ക് ഇന്ന് നമ്മുടെ ലോകത്തിൽ എടുത്തു പറഞ്ഞാൽ മതമൊന്നും പറയാൻ എടുത്തു പറയപ്പെട്ട മതം ക്രിസ്തു മതം, ഹിന്ദു മതം, ഇസ്ലാം മതം. ഈ 3 മതത്തിലെ ഡോക്ടർമാരുണ്ട്. അവർ 3 മതത്തിലോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന്റെ കഴിവല്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തി. കർത്താവാണ് സൗഖ്യം കൊടുത്തതെന്ന് അവർ വിധി എഴുതുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. മടക്കുന്നത് ഞാൻ ഈ സാക്ഷി പറയുമ്പോൾ ഈ 7ാമത്തെ വർഷം 7 വർഷം കഴിഞ്ഞു. ഇന്നും താൻ ആയുസ്സോടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് മരണം വിധി എഴുതിയ വ്യക്തി ഇന്നും ആയുസ്സോടെ ആരോഗ്യത്തോടെ ജോലി ചെയ്യുവാൻ തക്കോണം ദൈവം കൃപ കൊടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കർത്താവ് അത്ഭുതകരമായ സാക്ഷിയെ ഞാൻ ദൈവത്തിനിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. താനും അനേകരും ഒരു സാക്ഷിയെ തരണം. കാരണം ഞാൻ ഇനിമേലിൽ കൂടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്റെ ഹസ്ബൻഡ് മദ്യപിച്ച് കടത്തിനേൽ കിടക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആൾക്കാർ നിന്ന് കളിയാക്കും, സുധർമ്മയെ അവള് പോകുന്നു പ്രാർത്ഥിക്കും, കെട്ടിവിനതെ കിടക്കുന്നു, സുബോധമില്ലാത്തവൻ
വിടുവിപ്പാനായി എരുമേലി നോയൽ എന്ന് പറയുന്ന ബാറിന്റെ എതിർവശമുള്ള CDs എന്ന് പറയുന്ന ഒരു കടയുടെ ഫ്രണ്ടിൽ മദ്യപിച്ച് ഉടുതുണി പോലും ഇല്ലാതെ കിടക്കുന്ന പലപ്പോഴും ഓട്ടോക്കാരെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ഞാൻ ആ ഓട്ടോ കൂടി കൊടുക്കുന്ന അതുപോലൊരു ഹസ്ബൻഡിന്റെ വൈഫാ ഞാൻ. എന്നിട്ടും ദൈവവേല നിർത്തിയില്ല. ഹല്ലേലൂയ. എന്നിട്ടും എന്റെ കർത്താവെ ഞാൻ നിന്നു. എല്ലാവരും ദേശം എന്നെ കളിയാക്കി. പല പരസ്യം പോകുമ്പോൾ പല കളിയാക്കുമ്പോൾ നിങ്ങൾ നോക്കി ബൈബിളും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭർത്താവ് മദ്യപിച്ച് കടത്തിണ്ണയിൽ കിടക്കുക. ഹല്ലേലൂയ. അകത്ത് ഞാൻ അന്യഭാഷ പറയുമ്പോൾ മദ്യപിച്ച് മദ്യം മേടിച്ചു കൊടുത്ത് പുറത്തെ അസഭ്യവാക്കുകൾ വിളിച്ചു പറയുന്ന ഹസ്ബൻഡ്, തെരുവിൽ കിടക്കുന്ന ഹസ്ബൻഡ്. എന്നിട്ടും എന്നെ ഈ ദൈവസ്നേഹത്തിന് എനിക്ക് പിന്തുടരും. ഞാൻ എടുത്ത തീരുമാനത്തിന് വർഷം പറഞ്ഞതുപോലെ ഞാനൊരു നേർച്ച നേർന്നു പോയി. ഹല്ലേലൂയ. ആ തീരുമാനത്തിന് പിന്മാറിപ്പോൾ എന്റെ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തു. എന്റെ കർത്താവുമായിട്ട് തീരുമാനമെടുത്തത്. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ദൈവമായിട്ട് ഞാൻ ഉഭയസമ്മതം ചെയ്തു പോകുന്നത് എനിക്ക് പിന്മാറിക്കൂടാ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഹസ്ബൻഡിനെ ഇന്ന് കർത്താവ് മടക്കി വരുത്തി. താൻ ചർച്ചിൽ വരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പരസ്യങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ എന്റെ ഹസ്ബൻഡ് മറ്റു സാക്ഷിയായി തീർക്കാൻ അനേകം മദ്യപാനികളെ മടക്കിക്കൊണ്ടുപോകാൻ എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് പറ്റും. അതുപോലൊരു മുഴുവൻ മദ്യപാനിയായിരുന്നു. കടത്തിണകളിലാണ് കിടന്നിരുന്നത്. ഫുൾ ടൈം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ എന്റെ കർത്താവ് ഇന്ന് എന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം നൽകി. കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ എന്റെ കർത്താവിനെ സഹായിക്കുന്നു. നിന്റെ പകൽക്കാരന്റെ ശബ്ദം ശ്രമിച്ച സഹോദരിയെ, നിന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണെങ്കിൽ നീ നിരാശപ്പെട്ടു പോകരുതേ. നീ ഒരു വിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥന നിർത്തരുതേ. ഹല്ലേലൂയ. വിശ്വാസിയല്ല എങ്കിലും എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള സഹോദരിമാരെ, മാതാക്കളെ, നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയോ നിങ്ങളുടെ മക്കൾ മദ്യപാനി ലഹരിക്ക് അടിമയോ നീ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി വിടുവിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പലവട്ടം ഒരു മെഡിറ്റേഷനിൽ എന്റെ ഹസ്ബൻഡിന്റെ പിതാവ് കുടുംബത്തിൽ സ്വസ്ഥയില്ലാത്തതുകൊണ്ട് കേസ് കൊടുത്തതാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിലെ നിയമപാലകന്മാരെ കൊണ്ടോ ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രത്തെ കൊണ്ടോ എന്റെ ഹസ്ബൻഡിന്റെ മദ്യപാനത്തെ നിർത്താൻ പറ്റിയില്ല. എന്നാൽ എന്റെ സ്വർഗത്തിലെ അപ്പൻ തന്നെ ഒന്ന് തൊട്ടപ്പോ താൻ ദൈവത്തിന്റെ മകനായി തീരുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഇപ്പോൾ കാലം ഞാൻ വൈദ്യശാസ്ത്രം ഒന്നും എതിര് പറയും, നിയമത്തിനെതിര് പറയുകയല്ല. എന്നാൽ എന്റെ ജീവിതാനുഭവം പറയുന്നേ, ഈ ലോകത്തിലെ ഒരു നിയമപാലകന്മാരെ കൊണ്ടോ ഒരു വൈദ്യശാസ്ത്രത്തെ കൊണ്ടോ അല്ല ഒരു കുടുംബത്തിന് സമാധാനം വരുത്താൻ പറ്റത്തില്ല. ഒരു മദ്യപാനും ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തി ലഹരി മാറ്റുവാൻ പറ്റത്തില്ല. ഞാൻ ഈ പകൽക്കാലം സാക്ഷി പറയുമ്പോൾ 21 വയസ്സുള്ള ഒരു യൗവനക്കാരൻ കൂപ്പുഴയുടെ പ്രദേശത്ത് നിന്ന് താൻ കുത്തിവെക്കുന്ന മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എന്റെ ഭവനത്തിലേക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു. ഇന്ന് താൻ ഡോക്ടർമാർ വിധി എഴുതി തന്നെ എന്താണ് ലഹരിക്ക് അടിമപ്പെട്ടതുകൊണ്ട് ചികിത്സിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ചുമ്മാ നിങ്ങൾ മരുന്ന് കൊടുത്തേ അതിനെ മുഴുവൻ വട്ടാക്കി മാറ്റല്ലേ, ദൈവം വിടുവിക്കും. ഇന്ന് യൗവനക്കാരൻ പൂർണ്ണമായി മയക്കുമരുന്ന് അടിമയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെന്ന് കർത്താവിനെ IPC സ്ഥലത്തിലെ വിശ്വാസിയായിട്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ഇന്ന് വിടുവിപ്പാൻ ശക്തനാണ്. നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലയോ, സ്വസ്ഥതയില്ലയോ, നീ ഒരു ശുശ്രൂഷകയോ, നിനക്ക് ദേശമെതിരാണെങ്കിൽ, നിന്റെ ഭവനക്കാരെതിരാണെങ്കിൽ, നിന്റെ ഭർത്താവ് എതിരാണെങ്കിലും നീ ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. എന്നെ വിടുവിച്ച ദൈവം ഇന്ന് പകൽക്കാലം ശുശ്രൂഷയിൽ എന്നെ നിർത്തിയ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്, നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്, നിന്നെ മാനിപ്പാൻ ശക്തനാണ്, നിന്റെ സ്ഥിതി മാറ്റുവാൻ, നിന്റെ നില മാറ്റുവാൻ. ധൈര്യസമേതം ഇപ്പോൾ കാലം ഈ സത്യവചനം പിടിച്ചോണ്ട് ഞാൻ പറയുന്ന ദൈവജനമേ, ഈ കർത്താവിനെ നീ കണ്ടിറങ്ങിയാൽ നീ നിരാശപ്പെടേണ്ടി വരത്തില്ല, നീ ഭാരപ്പെടേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. നിശ്ചയമായും നീ നിന്റെ കുടുംബവും നിന്റെ തലമുറ എല്ലാം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് ഉയർത്തും. എന്റെ ജീവിതാനുഭവം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ജീവിതാനുഭവത്തെ കണ്ടിപ്പാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഈ വചനം നീ എടുത്താൽ, ഈ വചനം നീ ചുമന്നാൽ, ഇത് നിന്നെ ചുമക്കും, ഇത് നിന്നെ ഉയർത്തും, ഇത് നിന്നെ മാനിക്കും. നിന്നെ നിന്ദിച്ചവർ മുമ്പാകെ, നിന്നെ പരിഹസിച്ചവർ മുമ്പാകെ, നിന്നെ കളിയാക്കിയവർ മുമ്പാകെ, നിന്നെ മാറ്റി നിർത്തിയുടെ മുമ്പാകെ ഇത് നിന്നെ ഉയർത്തുവാൻ തൊക്കണം ഇടയായിത്തീരും. ഇത് നീ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തിയോ, ഇതിനെ നീ ഹല്ലേലൂയ രുചിച്ചറിയുന്ന വ്യക്തിയോ,
ഹല്ലേലൂയ. കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ കിടക്കരികിൽ വന്നിരുന്ന് നീ കരയും എന്റെ അനുഭവ. രാത്രിയാമങ്ങൾ നിലവിളിക്കുമ്പോൾ നിന്റെ കിടക്കരി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നീ രഹസ്യം പറഞ്ഞാൽ പരസ്യമാക്കുന്ന ഒരുവരുണ്ടെങ്കിൽ അതിന്റെ കർത്താവ് മാത്രമാ. സ്ഥിരകഥ. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അതുപോലെ എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഉപകാരങ്ങൾ വർണ്ണിച്ചാൽ തീരാത്ത എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഒന്നിനും കൊള്ളാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലാത്ത എന്നെ പോലൊരു വ്യക്തിയെ ഇത്തോളം കരങ്ങളെടുത്ത് പ്രയോഗിപ്പാൻ എന്റെ കർത്താവ് ശക്തനെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെക്കാൾ ശ്രേഷ്ഠത, എന്നെക്കാൾ യോഗ്യതയുള്ളവരാ, എന്നെക്കാൾ മാന്യത വിദ്യാഭ്യാസമുള്ളവരാ. നിങ്ങൾ ഉപരിവരിയായിട്ട് എത്രയോ ശ്രേഷ്ഠം അനുഗ്രഹിപ്പാന്റെ ദിവശക്തനാ. അതുകൊണ്ട് ഇപ്പോൾ കാലം എന്റെ ശബ്ദം ശ്രവിച്ച സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ എന്നിവരെയും നീ ദൈവത്തെ കണ്ടുകൊണ്ടുവാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ പകൽക്കാലം ഈ സാക്ഷി നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഈ കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയാകട്ടെ. ഈ കർത്താവ് രുചിച്ചറിയ ഇടയാകട്ടെ. നിന്റെ നിരാശ മാറ്റിവെക്കേ, നിന്റെ ഭാരം മാറ്റിവെക്കേ, നിന്റെ കഷ്ടതയും പ്രയാസം എല്ലാം മാറും. നീ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ മതി. ഇത്രത്തോടെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തു നന്ദി മന്ദിരത്തിന് ഇത്രത്തോളം എനിക്ക് അവസരം ഒരുക്കി തന്നെ ഹല്ലേലൂയ സാക്ഷി പറയുവാൻ എന്നെ ക്ഷണിച്ച പ്രിയാന്റിക്കും കുടുംബത്തിനും ക്രിസ്തു നന്ദി മന്ദിരം അറിയിക്കുന്നു. പിതാവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഈ ചാനലിൽ കൂടി അനേകർ സാക്ഷി പറയുവാനും അനേകർ ജീവനം പങ്കുവെക്കുവാനും അനേകർ നേടുവാനും പ്രിയദാസിയ കുടുംബമായി ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്നെയും എന്റെ കുടുംബത്തിന്റെ ശുശ്രൂഷകർത്തെ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി ഞങ്ങളുടെ അവസാനിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം ദേവദാസിയെ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. തീച്ചൂളയുടെ അനുഭവം കൂടുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഷേപ്പുകളും ഒക്കെയും മാറി നമ്മൾ ബലമുള്ളവരായി പുറത്തു വരുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് പ്രിയ സുധർമ്മ സിസ്റ്റർ. ഹല്ലേലൂയ. കർത്താവ് പ്രിയ ദേവദാസിയെ പിന്നെയും ഉപയോഗിക്കട്ടെ. കർത്താവിന് വേണ്ടി അനേകരെ നേടുവാന് കർത്താവിനെയും പ്രിയദാസിയെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പ്രിയ സിസ്റ്റർ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധമായി വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, ഇത്രത്തോളം സമയം ജീവിതാനുഭവം പങ്കുവെക്കുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു വന്നേക്കായി സ്തുതിക്കുന്നു. പ്രിയാന്റിയെ സമർപ്പിക്കുന്ന കർത്താവേ, അനേകരുടെ സാക്ഷി കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രോഗ്രാമിൽ കൂടി പറയുവാനും പങ്കുവെക്കുവാനും ഒക്കെയും ഒരവസരം ഒരുക്കി ആന്റിയും കുടുംബത്തെയും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അനേകർ കടന്നര ജീവിതാനുഭവം പങ്കുവെക്കുവാനും അനേകർക്ക് പ്രയോജനമായി തീരുവാൻ അനേകം ആത്മാക്കൾ വിടുവിർത്താക്കാൻ കഷ്ടതയുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവേ. അവർക്കൊക്കെ ഒരു ആശ്വാസമായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. പ്രോഗ്രാം അനുഗ്രഹമായി തീരെ വിശാലതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മീയ വളർച്ചയ്ക്കായി ഭൗതിക വളർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കും. ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തിനും ഇത് അനുഗ്രഹമായ ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് എല്ലാവർക്കും വിശേഷം അനുഗ്രഹമായി തീരട്ടെ. അനേകര ദിവസം നേടുവാൻ സ്വർഗം സഹായിക്കണം, ശേഖരിക്കണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്തെ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരും ദൈവം സഹായിക്കണം, ശേഖരിക്കണം. അതിനെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. എത്രത്തോളം സാക്ഷിപ്പാൻ കർത്താവ് എന്നെയും സഹായിച്ചു വന്നേക്കായി സ്തുതിക്കുന്നു. ഈ ഭവനം അതിനായി ഒരുക്കി തന്ന സഹോദരൻ സഹോദരിയും കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം, മാനിക്കണം. ഇനിയും കർത്താവിന്റെ വിലയ്ക്ക് എഴുന്നേൽക്കുവാൻ അവരെ സഹായിച്ചവരെ ശക്തീകരിച്ചാട്ടെ. കർത്താവെ ശുശ്രൂഷ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അനേകർ ഹൃദയത്തിൽ സ്പർശിക്കുവാൻ ദൈവം സഹായിച്ചാട്ടെ. എല്ലാം ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം, നിയന്ത്രിക്കപ്പെടാൻ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയാണ് ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം, സൂക്ഷിക്കണം, പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ